ഹലോ മക്കളെ, എല്ലാവർക്കും എക്സാം വിന്നർ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇസ്മി ജോബിൻ. അപ്പോഴാ SLC-ക്കാരെ, നിങ്ങൾക്ക് മലയാളത്തിന് പഠിക്കാൻ ഒരു സുന്ദരമായ പാഠമില്ലേ? നമ്മുടെ സാറാ ജോസഫ് എഴുതിയ വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല എന്ന സുന്ദരമായ കഥ. ഈ ഒരു കഥയിലൂടെ പല ജീവിത അവസ്ഥകളെ, പ്രതീക്ഷകളെ, മനുഷ്യൻ്റെ ക്ഷമകളെ, മനുഷ്യൻ്റെ വിചാരങ്ങളെ എല്ലാം തന്നെ എഴുത്തുകാരൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നില്ലേ? ഇപ്പോൾ ഈ ഒരു പാഠഭാഗം ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മളങ്ങ് സെറ്റാക്കാൻ പോവുകയാണ് അല്ലേ? നമ്മുടെ സാറാ ജോസഫ് എഴുതിയ നമ്മുടെ കാടിൻ്റെ മൗനത്തിൽ നിന്ന് സ്നേഹത്തിൻ്റെ ഉറവകളിലേക്ക് എന്ന ആപ്തവാക്യത്തോട് കൊടുക്കുന്ന ഈ ഒരു സെറ്റായ കഥ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ അങ്ങ് സെറ്റാക്കാൻ പോവുകയാണ്. വെള്ളത്തിന് തെളിയാതിരിക്കാനാകില്ല. മക്കളെ, വെള്ളത്തിന് തെളിയാതിരിക്കാനാകില്ല എന്ന് പറയുമ്പോൾ ഇവിടെ അർത്ഥമാക്കുന്നത് എന്താണ്? വെള്ളത്തിന് തെളിയാതിരിക്കാനാകില്ല എന്ന് പറയുമ്പോൾ എൻ്റെ കുട്ടികളുടെ മനസ്സിലേക്ക് എന്ത് ചിത്രമാണ് കടന്നു വരുന്നത്? വെള്ളത്തിന് തെളിയാതിരിക്കാനാകില്ല എന്ന് പറഞ്ഞാൽ കലങ്ങിയ വെള്ളമായിരിക്കുമല്ലോ. ഈ കലങ്ങിയ വെള്ളം തെളിഞ്ഞ് നല്ല സുന്ദരമായ വെള്ളമായിട്ട് മാറുന്ന അവസ്ഥയല്ലേ ഇവിടെ വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല എന്ന പദത്തിലൂടെ പ്രയോഗിക്കുന്നത്? അതെ, ചുരുക്കി പറഞ്ഞ പ്രതീക്ഷ അല്ലേ? മനുഷ്യന് എന്തു വേണം? പ്രതീക്ഷ വേണം. മനുഷ്യന് മുന്നോട്ടേക്ക് നീങ്ങാൻ എന്തു വേണം മക്കളെ? ഒരു ഹോപ്പ് വേണം, പ്രതീക്ഷ വേണം, അതൊരു പ്രത്യാശ, വിശ്വാസവും വേണമല്ലേ? അപ്പം മനുഷ്യൻ്റെ ജീവിതത്തിൽ എത്ര സങ്കടങ്ങൾ വന്നാലും, എത്ര ദുഃഖങ്ങൾ വന്നാലും മനുഷ്യൻ പ്രതീക്ഷയോടെ മുന്നോട്ട് നീങ്ങണമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് വെള്ളത്തിന് തെളിയാതിരിക്കാനാകില്ല എന്ന ഭാഗത്തിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരി. അപ്പം നമ്മുടെ കഥയിലേക്ക് കടന്നു വരാം. ഈ കഥയിലൂടെ പഠിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തെ കൂടി ഒന്ന് ചിന്തിക്കുക. ജീവിതത്തിൽ നിങ്ങൾ നേരിട്ട വിഷമങ്ങൾ, സങ്കടങ്ങൾ എല്ലാം തന്നെ ഈ കഥ നിങ്ങൾക്ക് മുന്നിൽ ചേർത്ത് വായിക്കുകയാണ്. നിങ്ങൾ അനുഭവിച്ച എല്ലാ കാര്യങ്ങളും, എല്ലാ ദുഃഖങ്ങളും, എല്ലാ സങ്കടങ്ങളും, നിങ്ങളെ വേദനിപ്പിച്ചവരും നിങ്ങളെ സങ്കടപ്പെടുത്തിയവരും എല്ലാ കാര്യങ്ങളെയും ഈ കഥയിലൂടെ നമുക്ക് ചർച്ചാ വിധേയമാക്കാം. ജീവിതം മുന്നോട്ടേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു, ചക്രം പോലെ അല്ലേ? മുന്നോട്ടേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളതിനെ പിറകോട്ടേക്കാക്കി മാറ്റാൻ പാടില്ല. എത്ര സങ്കടങ്ങൾ വന്നാലും, എത്ര ദുഃഖങ്ങൾ വന്നാലും, എത്ര തോൽവികളും പരാജയങ്ങളും വന്നാലും നമ്മുടെ ജീവിതത്തിലെ ആ വെള്ളം, കലങ്ങിയ വെള്ളം തെളിഞ്ഞു വരും എന്ന പ്രതീക്ഷയാണ് ഈ കഥ നമുക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. സെറ്റല്ലേ മക്കളെ? അപ്പം നമ്മൾ ഈ കഥയിലേക്ക് കടക്കുകയാണ്. എല്ലാവരും ഉഷാറായിരിക്കുക. ഈ ക്ലാസ്സിലൂടെ ഈ കഥാഭാഗവും ഈ കഥാഭാഗത്തിൽ പരാമർശിക്കുന്ന പ്രധാന ചോദ്യങ്ങളും നമ്മൾ പഠിച്ച് സെറ്റാക്കും. ഓക്കെ, അപ്പോൾ കഥ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. 3 ദിവസമായി നൂർ മുഹമ്മദ് ഒരു പെൺകുട്ടിയെ ശ്രദ്ധിക്കുന്നു. കൊച്ചു കള്ള ഒരു പെൺകുട്ടി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അടി അല്ലേ? എന്താണ്? 3 ദിവസമായി നൂർ മുഹമ്മദ്. അപ്പോൾ കഥയിലെ ആദ്യത്തെ കഥാപാത്രമാണ് ആര് മക്കളെ? നൂർ മുഹമ്മദ് ഒരു പെൺകുട്ടിയെ ശ്രദ്ധിക്കുന്നു. അപ്പോൾ നൂർ മുഹമ്മദ് എന്ന് പറയുന്നത് ചെറുപ്പക്കാരൻ ഒരു പെൺകുട്ടിയെ എത്ര ദിവസമായി? 3 ദിവസമായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. തുടർച്ചയായി അവളെ വെള്ളത്തിനരികിൽ കണ്ടെത്തി. ഇതാണ് വെള്ളം അല്ലേ? ഇവിടെ കാണുന്ന ചിത്രമില്ലേ? ഈ ചിത്രത്തിനരികെ ഒരു പെൺകുട്ടിയെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം 3 ദിവസമായിട്ട് അവളെ ഒരു ജലാശയത്തിൻ്റെ അരികെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ക്യൂരിയോസിറ്റി തോന്നും. എന്താണ് ഈ പെൺകുട്ടി ഇങ്ങനെ ഇരിക്കുന്നത് ഇവിടെ? ഇവള് എന്തോ ചുറ്റിക്കളി ഉണ്ടോ? എന്താ ഈ വെള്ളത്തിൻ്റെ അടുത്ത് വല്ല പരിപാടി ഉണ്ടോ? ആര് നോക്കുകയാണ്? നൂർ മുഹമ്മദ് നോക്കിയാണ്. അപ്പം നൂർ മുഹമ്മദ് 3 ദിവസമായിട്ടൊരു പെൺകുട്ടിയെ ഒരു ജലാശയത്തിൻ്റെ അടുത്ത് നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുളക്കരയിൽ, തോടിൻ്റെ വക്കത്ത് അല്ലെങ്കിൽ കായൽക്കരയിൽ വെറുതെ അങ്ങനെ നിൽക്കുന്നതായിട്ടാണ് കണ്ടത്. അപ്പോൾ ചിലപ്പോൾ കുളക്കരയിൽ കണ്ടു, കുളത്തിൻ്റെ അടുത്ത് കാണുകയാണ്. ചിലപ്പോൾ തോടിൻ്റെ വക്കത്ത് അല്ലേ, അല്ലെങ്കിൽ കായൽക്കരയിൽ, തോടിൻ്റെ അടുത്തോ കായലിൻ്റെ അടുത്തോ കുളത്തിൻ്റെ അടുത്തോ, അങ്ങനെ ജലാശയങ്ങളുടെ വിവിധങ്ങളായ സ്ഥലത്ത് നൂർ മുഹമ്മദ് ഈ പെൺകുട്ടിയെ കണ്ടുകൊണ്ടിരിക്കുന്നു. വെള്ളത്തിലേക്ക് ഉറ്റുനോക്കി നിൽക്കുന്നു എന്നതൊഴിച്ചാൽ അവൾ പരിസരം അറിയുന്നുണ്ടായിരുന്നില്ല. അവൾ ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അല്ലാണ്ട് അവൾ ഈ പരിസരം ചുറ്റും നോക്കുന്നില്ല. മറിച്ച് ആ പെൺകുട്ടി ആ ജലാശയങ്ങളിലേക്ക് മാത്രം, ആ ജലാശയങ്ങളുടെ ആഴങ്ങളിലേക്ക് മാത്രം, ആ കുത്തിയൊലിക്കുന്ന ആ വെള്ളത്തിലേക്ക് മാത്രമേ ആ പെൺകുട്ടി തൻ്റെ കണ്ണോടിക്കുന്നുള്ളൂ. ആ പെൺകുട്ടിയുടെ നയനങ്ങൾ ചെന്നു പതിക്കുന്നത് ആ വെള്ളത്തിൻ്റെ ആഴത്തിൽ മാത്രമാണ്. ചുറ്റുമുള്ള പരിസരമൊന്നും ആ പെൺകുട്ടി ശ്രദ്ധിക്കുന്നേയില്ല, നോക്കുന്നേയില്ല എന്ന കാര്യം ആര് മനസ്സിലാക്കി? നൂർ മുഹമ്മദ് മനസ്സിലാക്കി. അവൾ എന്തെങ്കിലും ചെയ്യുകയാണോ എന്ന് അയാൾ ശ്രദ്ധിച്ചു അല്ലേ? അവൾ എന്തെങ്കിലും ചെയ്യുകയാണോ? അവൾ എന്താണ് പരിപാടി?
അവൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് ആര് ശ്രദ്ധിക്കാൻ തുടങ്ങി? നൂർ മുഹമ്മദ് ശ്രദ്ധിക്കാൻ തുടങ്ങി. അവൾ എന്തെങ്കിലും ചെയ്യുകയാണോ എന്ന് അയാൾ ശ്രദ്ധിച്ചു. അലക്കാനോ കുളിക്കാനോ കക്ക വാരാനോ ഒരുങ്ങുകയാണോ? കക്ക വെച്ചാൽ ഇളമ്പക്ക, നമുക്കറിയാം, തോടില്ലാതെ ചെറിയ കാര്യമില്ലേ ഇളമ്പക്ക. അപ്പോൾ ഈ നൂർ മുഹമ്മദ് ചിന്തിക്കുകയാണ്, അവൾ എന്തിനാണ് ഈ ജലാശയങ്ങളിൽ, ഈ കുളക്കരയിലും തോടിൻ്റെ അരികിലും കായൽക്കരയിലുമൊക്കെ വന്നിരിക്കുന്നത്? അവൾ അലക്കാൻ വേണ്ടിയാണോ, കുളിക്കാൻ വേണ്ടിയാണോ, അല്ല മീൻ പിടിക്കാനോ വല്ല കക്ക വാരാനോ വേണ്ടിയാണോ എന്നാർ ചിന്തിച്ചു? നൂർ മുഹമ്മദ് ചിന്തിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു പെൺകുട്ടി 3 ദിവസങ്ങളോളം ഒരു ജലാശയങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൾ എന്താ ചെയ്യുന്നത് അറിയാൻ വേണ്ടി. അതിൽ നൂർ മുഹമ്മദ് പറയുന്നത്, 3 ദിവസമായ ഒരു പെൺകുട്ടി ജലാശയങ്ങളിൽ കാണുന്നു, അവൾ എന്താണ് അവിടെ ചെയ്യുന്നത്, അവൾ ഏതിനെയാണ് അന്വേഷിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി നൂർ മുഹമ്മദ് അവളുടെ പിറകെ കൂടി. എന്നാൽ ആ കുട്ടി വെറുതെ നിൽക്കുന്നതും അങ്ങനെ എത്ര നേരം വേണമെങ്കിലും നിൽക്കുന്നതും അയാൾക്ക് വിചിത്രമായി തോന്നി. അവളവിടെ മീൻ പിടിച്ചില്ല, അവൾ കക്ക വാരിയില്ല, അവൾ കുളിക്കാനോ അലക്കാനോ വന്നതല്ല, അവളവിടെ വെറുതെ വന്നതാണ്. അവളവിടെ ഒന്നും ചെയ്യാതെ വെറുതെ നിൽക്കുന്നത് കണ്ട് നൂർ മുഹമ്മദ് ഞെട്ടിപ്പോയി. അവൾ എന്താ അവിടെ ചെയ്യുന്നതെന്ന് ആരും ചിന്തിച്ചു പോയി. നൂർ മുഹമ്മദ് നോക്കി, അവളൊന്നും ചെയ്യാതെ വെറുതെ ആ ജലാശയം നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. അവളെ കണ്ട് നൂർ മുഹമ്മദ് ഞെട്ടിപ്പോവുകയാണ്. മക്കളെ ആലോചിച്ച ഒരു പെൺകുട്ടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ പെൺകുട്ടി വിചിത്രമായ സ്വഭാവക്കാരി. ആ ഒരു ഞെട്ടൽ ആരിലുണ്ടായി? നൂർ മുഹമ്മദിനുണ്ടായി. എന്താണ് ഞെട്ടൽ? ആ പെൺകുട്ടി 3 ദിവസമായി ഈ കുളത്തിൻ്റെ അടുത്തും കായലിൻ്റെ അടുത്തും തടാകത്തിൻ്റെ അടുത്തും ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ്. അലക്കാനോ കുളിക്കാനോ മീൻ പിടിക്കാനോ ഒന്നും വന്നതല്ല, മറിച്ച് ആ ജലാശയം വെറുതെ നോക്കി ആ കുട്ടി അവിടെ സമയം ചെലവഴിക്കുന്നു. 4-ാമത്തെ ദിവസം അയാൾ അവളെ കണ്ടത് വേലിയിറക്ക സമയത്ത് വെള്ളത്തിലൂടെ നടന്നു പോകുന്നതായിട്ടാണ്. അല്ലെ, 4-ാമത്തെ ദിവസം അവളെ എവിടെ വെച്ചാണ് കണ്ടത്? വേലിയിറക്ക സമയത്ത് വെള്ളത്തിലൂടെ നടന്നു പോകുന്നതായിട്ടാണ്. വേലിയിറക്കം വന്ന വെള്ളം പുറകോട്ടേന്ന് വലിച്ചു പോകട്ടോ, വെള്ളമൊക്കെ പോകും, അവിടെ ആ ഒരു കര മാത്രമായി മാറും. വേലി ഇറക്കും വേലി കയറ്റും ഉണ്ട്. വേലി കയറ്റം എന്ന് പറഞ്ഞാൽ വെള്ളം കയറി കരയിലേക്ക് വരിക. വേലി ഇറക്കം എന്ന് പറഞ്ഞാൽ ആ വെള്ളം വീണ്ടും പുഴയുടെ പിറകോട്ട് പോവുക, അവിടെ മൊത്തം വെള്ളം ഇല്ലാണ്ടാത്ത അവസ്ഥ. അപ്പോൾ 4-ാമത്തെ ദിവസം അയാൾ അവളെ കണ്ടത് വേലി ഇറക്ക സമയത്ത് വെള്ളത്തിലൂടെ നടന്നു പോകുന്നതായിട്ടാണ്. ഇപ്പോൾ വേലി ഇറക്കത്തിൻ്റെ സമയത്ത് വെള്ളത്തിലൂടെ ആ പെൺകുട്ടി നടന്നു പോകുന്നതാണ് 4-ാമത്തെ ദിവസം ആര് കണ്ടത്? നമ്മുടെ നൂർ മുഹമ്മദ് കണ്ടത്. നടന്ന് അവൾ കണ്ടൽ കാടുകൾക്കിടയിൽ മറഞ്ഞുപോയി. മക്കൾ, ഇതാണ് കണ്ടൽക്കാട്, ചിത്രം കാണുന്നില്ലേ? മറഞ്ഞ് അവൾ എവിടെ പോയി? ഈ കണ്ടൽക്കാടിൻ്റെ ഇടയിലേക്ക് മറഞ്ഞു പോയി. ആ പെൺകുട്ടി വേലി ഇറക്ക സമയത്ത് നടന്നു പോവുകയാണ്. ആ പുഴയിലൂടെ നടന്നു പോയി ആ അപ്രത്യക്ഷയായി. നൂർ മുഹമ്മദിന് കൗതുകം തോന്നി. അല്ല, ഇവളെവിടെയാണ് പോയത് എൻ്റെ റബ്ബേ? നൂർ മുഹമ്മദ് ചിന്തിക്കുകയാണ്, ദൈവം ഇവളെവിടെ പോയി? ഈ പുഴയിലൂടെ നടന്ന് എവിടെ അപ്രത്യക്ഷയായി എന്നാർ ചിന്തിച്ചു? നൂർ മുഹമ്മദ് ചിന്തിച്ചു, അവിടെ ആയിരിക്കുമോ അവളുടെ വീട്? അല്ലേ, ആ വെള്ളത്തിലൂടെ നടന്നു പോയാൽ അവിടെ വീട് കാണാൻ പറ്റുമോ എന്ന് ആര് ചിന്തിച്ചു? നൂർ മുഹമ്മദ് ചിന്തിച്ചു. ആ പച്ചവളയ്ക്കുള്ളിൽ, പച്ചവള വെച്ചാൽ ഈ പച്ച തുരുത്തുകൾ, കണ്ടൽക്കാടുകൾ, ആ പച്ചവളയ്ക്കുള്ളിൽ അവളെ പിന്തുടർന്ന് അത് കണ്ടുപിടിക്കണമെന്ന അതിശക്തമായ ഒരു പ്രേരണ അയാൾക്കുണ്ടായി. അല്ലേ, ഈ പെൺകുട്ടി നടന്ന് എവിടേക്കാണ് പോയത് എന്ന് ആർക്ക് ഒരു ഉൾപ്രേരണ വന്നു അറിയാൻ വേണ്ടി? നൂർ മുഹമ്മദിന്. ഈ പെൺകുട്ടി എവിടെയാണ് നടന്ന് പോയതെന്ന് അറിയാൻ വേണ്ടി നൂർ മുഹമ്മദ് ചിന്തിച്ചു. അവളെ പിന്തുടർന്ന് അത് കണ്ടുപിടിക്കണമെന്ന അതിശക്തമായ ഒരു പ്രേരണ അയാൾക്കുണ്ടായി. ഒന്ന് ആലോചിച്ചിട്ട് അത് വേണ്ടത് വെച്ചെങ്കിലും അവൾ അങ്ങനെ മാഞ്ഞു പോയതിൽ അയാൾക്ക് വിഷാദം തോന്നി. പിന്നെ വിചാരിച്ചു, അവളെ പിറകെ പോണ്ട, എവിടെയെങ്കിലും പോയി തുറയട്ടെന്ന് വിചാരിച്ചു. പക്ഷേ അവൾ എവിടെ പോയെന്ന ചിന്ത, അവൾ മരിച്ചു പോയോ, അല്ല അവൾ വേറെ എവിടെയെങ്കിലും പോയോ, അല്ല അവളുടെ വീട് അവിടെയാണോ എന്നൊരു ചിന്ത ആരെ അലട്ടാൻ തുടങ്ങി? നൂർ മുഹമ്മദിനെ അലട്ടാൻ തുടങ്ങി. അവളെ വീണ്ടും കാണുമെന്ന് കരുതി ഒരുപാട് നേരം അയാൾ അവിടെയൊക്കെ അലഞ്ഞു. അങ്ങനെ അവളെ വീണ്ടും കാണണമെന്ന കൊതിയോടുകൂടി ഒരുപാട് നേരം നൂർ മുഹമ്മദ് ആ പരിസരമൊക്കെ അലഞ്ഞു നടന്നു കണ്ടു. വേലിയേറ്റം തുടങ്ങി. അപ്പോൾ വേലിയേറ്റം തുടങ്ങി. ആ പിറകോട്ട് പോയ വെള്ളമെല്ലാം കയറി വരാൻ തുടങ്ങി. വേലിയേറ്റം തുടങ്ങിയപ്പോൾ നൂർ മുഹമ്മദ് അവിടെ നിന്ന് പുറത്തേക്ക് പോയി. നോക്കി നിൽക്കെ വെള്ളം പെരുകെ കയറി വന്നു. ഈ പെൺകുട്ടി എവിടെ പോയി? അങ്ങോട്ട് നടന്നു പോയ പെൺകുട്ടി ഇങ്ങോട്ട് കണ്ടില്ല. ഇതാ വെള്ളം, വേലി ഇറക്കം വന്ന വെള്ളമൊക്കെ വേലി കയറിയ വെള്ളമൊക്കെ വേലി ഇറങ്ങാൻ തുടങ്ങി. വെള്ളത്തെ കയറി വരികയാണ്. വേലിയേറ്റം തുടങ്ങി. തോണിയില്ലാതെ കടന്നു പോവുക വയ്യെന്നായി. ഇപ്പോൾ തോണി വേണം, അല്ലാണ്ട് അതിലൂടെ കടന്നു പോകാൻ പറ്റില്ല. കാരണം പുഴയിലെ വെള്ളം കയറി വരികയാണ്. അവൾ തിരിച്ചു വന്നതേയില്ല. ആ പെൺകുട്ടി എവിടെ പോയി? ആ പെൺകുട്ടി തിരിച്ചു വന്നതേയില്ല. ആ ഒരു ദുഃഖം, പ്രയാസം ആരെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്? നൂർ മുഹമ്മദിനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. വിളറിയ മെലിഞ്ഞ ഒരു പെൺകുട്ടി
താൻ എന്തിന് അസ്വസ്ഥനാകുന്നു എന്ന് നൂർ മുഹമ്മദ് അത്ഭുതപ്പെട്ടു. അല്ലേ, ഏതോ ഒരു പെൺകുട്ടിക്ക് വേണ്ടി താൻ എന്തിനാണ് ഇങ്ങനെ അസ്വസ്ഥനാകുന്നതെന്ന് ആര് ചിന്തിക്കുകയാണ്? നൂർ മുഹമ്മദ് ചിന്തിക്കുകയാണ്. ഏതോ ഒരു പെൺകുട്ടിക്ക് വേണ്ടി താൻ എന്തിനാണ് ഇങ്ങനെ അസ്വസ്ഥനാകുന്നത് എന്ന് നൂർ മുഹമ്മദ് ചിന്തിച്ചു. വിളറിയ മെലിഞ്ഞ ഒരു പെൺകുട്ടി, അല്ലേ, വിളറിയ മെലിഞ്ഞ ഒരു പെൺകുട്ടി, പുലർക്കാലത്തെ ചന്ദ്രകിരണം പോലെ, പുലർക്കാലത്ത് ചന്ദ്രകിരണം കണ്ടേ, പുലർക്കാലത്ത് ഇങ്ങനെ നേരെ ചന്ദ്രൻ ഉണ്ടാവും അല്ലേ, അതേപോലെ വെളുത്ത് മെലിഞ്ഞ ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിയെ രൂപമാണ് ഇതിൽ പറയുന്നത്. പുലർക്കാലത്ത് ചന്ദ്രകിരണം പോലെ അവൾ വെള്ളത്തിലേക്ക് ഉറ്റുനോക്കി നിൽക്കുന്നത് കണ്ടു. അവൾ വെള്ളത്തിലേക്ക് ഇങ്ങനെ നിൽക്കുകയാണ്. വെള്ളം നോക്കി അവളെ മെലിഞ്ഞ പെൺകുട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. അവളെക്കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ചിലപ്പോൾ കഥാപാത്ര നിരൂപണം ചോദിക്കുക പെൺകുട്ടിയെക്കുറിച്ച്. വെള്ളത്തിലൂടെ നടന്ന് അവൾ അപ്രത്യക്ഷയാവുന്നത് കണ്ടു. അങ്ങനെ ആ പെൺകുട്ടി, മെലിഞ്ഞ പെൺകുട്ടി വെള്ളത്തിലൂടെ നടന്ന് അപ്രത്യക്ഷയായത് ആര് കണ്ടു? നൂർ മുഹമ്മദ് കണ്ടു. കണ്ട് കൗതുകം തോന്നി, ഞെട്ടൽ തോന്നി, പരിഭ്രാന്തി തോന്നി. വെള്ളത്തിലൂടെ നടന്ന് അവൾ അപ്രത്യക്ഷമാവുന്നത് കണ്ടു. ആരും ഒരില പോലും നുള്ളിയെടുക്കാത്ത കനത്ത കാട്ടിനുള്ളിൽ അവൾ മറഞ്ഞു നിൽക്കുന്നു. അല്ലേ, ഒരില പോലും ആരും നുള്ളിയെടുക്കാൻ സാധിക്കാത്ത ആ കാട്ടിൽ അവൾ അപ്രത്യക്ഷയായി നൂർ മുഹമ്മദ് പറയുന്നു. വരികയാണെങ്കിൽ അവൾ ഏതിലേ വരും? ആദിയെ ചുറ്റിക്കിടക്കുകയാണ് പച്ചവള. അല്ലേ, അവൾ ഏതിലെയാണ് വരിക? അവളെ അറിയില്ല. അവൾ ഏതിലൂടെ രക്ഷപ്പെടും? ഇതാ വെള്ളം കയറി വരുന്നു. ആ കാട്ടിലൂടെ, ആ പച്ച കണ്ടൽ കാട്ടുകൾക്കിടയിലൂടെ നടന്നു പോയ പെൺകുട്ടി എവിടേക്ക് പോയി എന്ന് നൂർ മുഹമ്മദ് സംശയത്തോടെ ചിന്തിക്കുകയാണ്. അതിലെവിടെയാണ് അവളുടെ വീട്? ഈ കാട്ടിനുള്ളിലൂടെ നടന്നാൽ, ഈ വെള്ളത്തിലൂടെ നടന്നാൽ, ഈ കണ്ടൽ കാടുകൾക്കിടയിൽ എവിടെയാണ് അവളുടെ വീട് എന്ന് ആര് ചിന്തിക്കുകയാണ്? നൂർ മുഹമ്മദ് ചിന്തിക്കുകയാണ്. ആ മുഖക്കാരൻ പറഞ്ഞിരുന്നു, കാട്ടിലേക്ക് പല വഴികളുമുണ്ട്, കാട്ടിൽ നിന്ന് പുറത്തു കടക്കാനും പല വഴികളുണ്ട്. അല്ലേ, കാട്ടിലേക്ക് ഉള്ളിൽ കയറാനും പുറത്ത് കടക്കാനും പല വഴികളുമുണ്ട്. പക്ഷേ ആ പെൺകുട്ടി എവിടെ പോയി എന്ന ചിന്ത ആരെ വേട്ടയാടാൻ തുടങ്ങി? നമ്മുടെ കഥാനായകനെ വേട്ടയാടാൻ തുടങ്ങി. ഒരു വഴിയിലൂടെ കാട്ടിനുള്ളിൽ കടന്ന് വേറൊരു വഴിയിലൂടെ അവൾ തിരിച്ചു വന്നിരിക്കാം. അല്ലേ, ഈ നൂർ മുഹമ്മദ് ചിന്തിക്കുകയാണ്, ഒരു പക്ഷേ അവൾ ഈ പുഴയിൽ നിന്നും വെള്ളം ഇറങ്ങിയ സമയത്ത് ഈ കണ്ടൽ കാടുകളിലൂടെ നടന്നു പോയപ്പോൾ അതിലൂടെ വേറൊരു വഴിയിലൂടെ അവൾ പുറത്ത് പോയേക്കാം. കാട് അങ്ങനെയാണല്ലേ, കയറാനും ഇറങ്ങാനും പല വഴികളുമുണ്ട് കാട്ടിൽ. ഒരു പക്ഷേ അവളുടെ വീട് ഇവിടെ എങ്ങാനുമായിരിക്കാം. ചിലപ്പോൾ അവളുടെ വീട് ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കാം എന്ന് ആര് ചിന്തിക്കാൻ, ആശ്വസിക്കാൻ തുടങ്ങി. നൂർ മുഹമ്മദ് ആശ്വസിക്കാൻ തുടങ്ങി. ആ പെൺകുട്ടിയെ കാണാത്ത പരിഭ്രമത്തിൽ നൂർ മുഹമ്മദ് ചിന്തിക്കുകയാണ്, ഒരു പക്ഷേ ആ പെൺകുട്ടി നടന്ന് മറ്റൊരു വഴി പുറത്ത് പോയേക്കാം. ചിലപ്പോൾ ആ പെൺകുട്ടിയുടെ വീട് അവിടെയാകാം. നൂർ മുഹമ്മദ് പലതും ചിന്തിച്ച് അവിടെ ഇരിക്കുകയാണ്. നിലാവുദിക്കുമ്പോൾ അവൾ തിരികെ വരും. രാത്രി നിലാവുദിക്കുമ്പോൾ അവൾ തിരികെ വരുമെന്ന പ്രതീക്ഷ ആര് വെച്ച് പുലർത്തി? നൂർ മുഹമ്മദ് വെച്ച് പുലർത്തി. നൂർ മുഹമ്മദ് വിചാരിച്ചു, അവളെ കാണാതിരിക്കും തോറും താൻ അസ്വസ്ഥനാകുന്നുണ്ടെന്ന് നൂർ മുഹമ്മദ് തിരിച്ചറിഞ്ഞു. അയാൾക്കത് മധുരമായി തോന്നി. അല്ലേ, എവിടെയോ ഉള്ളൊരു പെൺകുട്ടി, തൻ്റെ ആരുമല്ലാത്തൊരു പെൺകുട്ടി വെള്ളത്തിലൂടെ നടന്ന് അപ്രത്യക്ഷയായപ്പോൾ തൻ്റെ ഹൃദയം നുറുങ്ങിയ വേദനയിൽ അയാൾ അസ്വസ്ഥനായി. അയാൾ മധുരമായി ചിന്തിക്കുകയാണ്, തൻ്റെ ആരുമല്ലാത്ത പെൺകുട്ടിക്ക് വേണ്ടി താൻ ഇത്രയും സങ്കടപ്പെടുന്നു, പരിഭ്രാന്തനാകുന്നു. മനുഷ്യ മനസ്സിൻ്റെ ഉള്ളിൽ നന്മ എവിടെ കാണിക്കുന്നു? അല്ലേ, സ്വന്തക്കാരെയും കൂടപ്പുറപ്പുകളെയും വെട്ടി അരിയുന്ന കാലഘട്ടത്തിൽ ആരോരും അറിയാത്തൊരു പെൺകുട്ടിയെ, പേരോ നാടോ ജാതിയോ മതമോ നിറമോ അറിയാത്ത പെൺകുട്ടിയെ തൻ്റേതു മാത്രമായി കാണുന്ന ഒരു വ്യക്തി, അവളെ കാണാതിരിക്കുമ്പോൾ നെഞ്ചു പൊടയുന്ന വേദനയുള്ളൊരു മനുഷ്യൻ. ഇത് ആധുനിക സമൂഹത്തിലെ മനുഷ്യരുടെ നന്മയുള്ള വ്യക്തിത്വത്തെ, ഹൃദയത്തെ കാണിക്കാൻ സൂചിപ്പിക്കുന്നു. ആദിയുടെ ഞരമ്പുകൾ പോലെ തലങ്ങും വിലങ്ങും തോടുകൾ, തോടുകളാണ് തലങ്ങും വിലങ്ങും വെള്ളത്തിൽ, ചാലുകൾ, കുളങ്ങൾ, ഉറവകൾ, കിണറുകൾ, വെള്ളം തുളുമ്പിത്തെറിക്കുന്ന വയലുകൾ, ഏറ്റിറക്കങ്ങൾ കൊണ്ട് മുറുകുകയും അഴിയുകയും ചെയ്യുന്ന തണ്ണീർത്തടങ്ങൾ, കുഴമറിഞ്ഞ ചതുപ്പുകൾ, വെള്ളത്തിലേക്ക് ചാഞ്ഞ മിഴികളോടെ ഒരു പെൺകുട്ടി അവിടെ എവിടെയെങ്കിലും ഉണ്ടാകുമോ എന്ന് അന്വേഷിച്ചുകൊണ്ട് നൂർ മുഹമ്മദ് 5-ാം ദിവസവും അലഞ്ഞു നടന്നു. അല്ലേ, 5-ാം ദിവസം 3 ദിവസം ഒരു പെൺകുട്ടി വെള്ളം നോക്കി നടന്നു. 4-ാം ദിവസം അപ്രത്യക്ഷയായി. 5-ാം ദിവസം മുതൽ അയാൾ ആ പെൺകുട്ടിക്ക് വേണ്ടി അന്വേഷണത്തോടു കൂടി അലയുകയാണ്. കുളത്തിൻ്റെ അടുത്ത്, കായലിൻ്റെ അടുത്ത്, തോടിൻ്റെ അടുത്ത്, പുഴയുടെ, നീരുറവകളുടെ, തടാകങ്ങളുടെ, വയലിൻ്റെ അടുത്തൊക്കെ ആ പെൺകുട്ടിക്ക് വേണ്ടി ഈ മനുഷ്യൻ നൂർ മുഹമ്മദ് ഇങ്ങനെ അലഞ്ഞു നടക്കുകയാണ്. എവിടെ പോയി ആ പെൺകുട്ടി? ആ മെലിഞ്ഞ പെൺകുട്ടി എവിടെ പോയി മൺമണഞ്ഞു? മരിച്ചു പോയോ? അല്ലെങ്കിൽ ആരെങ്കിലും അപായപ്പെടുത്തിയോ? അല്ല, അവൾ എവിടെയായിരിക്കും ഇപ്പോൾ ഉണ്ടാവുക എന്ന ചിന്തയോടുകൂടി നൂർ മുഹമ്മദ് ആ പെൺകുട്ടിയെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. ആ സ്ഥലങ്ങളിലൊക്കെ, എവിടെയൊക്കെയാണ്? കുളങ്ങളിലും വയലുകളിലും തോടുകളിലും ജലാശയങ്ങളിലും പുഴകളിലും തടാകങ്ങളിലും എല്ലാം തന്നെ, എല്ലാ ജലാശയങ്ങളിലും ആ പെൺകുട്ടിക്ക് വേണ്ടി നൂർ മുഹമ്മദ് ഇങ്ങനെ അലഞ്ഞു നടക്കുകയാണ്. അയാൾക്ക് അവളെ കണ്ടെത്താനായില്ല.
അല്ലെ? നൂർ മുഹമ്മദ് ഒരുപാട് അലഞ്ഞു, പക്ഷെ അയാൾക്ക് അവളെ കണ്ടെത്താനായില്ല. എന്താണിത്? നൂർ മുഹമ്മദിന് ആശ്ചര്യം തോന്നി. അല്ലെ, എന്താണിത്? എവിടെ പോയി അവള്? നൂർ മുഹമ്മദിന് ആശ്ചര്യം തോന്നി. വെള്ളം എന്നെ കൊണ്ടുപോകുന്നു, കാറ്റ് എന്നെ കൊണ്ടുപോകുന്നു. ജീവിതത്തിൽ ഇതുവരെ ഞാൻ കണ്ടെത്തിയിട്ടില്ലാത്തത്, കണ്ടെത്തേണ്ടത് എവിടെയോ മറഞ്ഞിരിക്കുന്നു. നൂർ മുഹമ്മദ് പറയുകയാണ്, ഇതാ എന്നെ വെള്ളം കൊണ്ടുപോകുന്നു, എന്നെ കാറ്റ് കൊണ്ടുപോകുന്നു. ജീവിതത്തിൽ താൻ അനുഭവിച്ചില്ലാത്ത എല്ലാം തന്നെ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അവൾ എവിടെ പോയി? ആ പെൺകുട്ടി എവിടെ പോയി എന്ന ദുഃഖമാണ് നൂർ മുഹമ്മദിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. ആ പെൺകുട്ടി എവിടെ പോയി എന്ന് നൂർ മുഹമ്മദ് ചിന്തിക്കുകയാണ്. ജീവിതത്തിൽ ഇതുവരെ താൻ കണ്ടെത്തിയിട്ടില്ലാത്തത്, കണ്ടെത്തേണ്ടത് എവിടെയോ മറഞ്ഞിരിക്കുന്നു. അല്ലേ? ആ പെൺകുട്ടിയെ താൻ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല, പക്ഷേ എവിടെയോ പെൺകുട്ടിയുണ്ട്. അവളെ ഞാൻ കണ്ടുപിടിച്ചിരിക്കും. അവൾ എൻ്റെ ആരൊക്കെയായി മാറിയിരിക്കുന്നു. നിങ്ങളുടെ മക്കളെ, ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊല്ലുന്ന ഈ കാലഘട്ടത്തിൽ ഏതോ ഒരു പെൺകുട്ടിക്ക് വേണ്ടി അസ്വസ്ഥനാകുന്നൊരു വ്യക്തി, നന്മ അവസാനിച്ചിട്ടില്ല എന്ന തിരിച്ചറിവാണ് നൂർ മുഹമ്മദ് എന്ന കഥാപാത്രത്തിലൂടെ നമ്മൾ കടന്നു വരുന്നത്. ആരോരുമില്ലാത്തവർക്ക് വേണ്ടി കരയാനും നമുക്ക് സാധിക്കണം, അവർക്ക് വേണ്ടി സമയം ചെലവഴിക്കാൻ നമുക്ക് സാധിക്കണം എന്ന തിരിച്ചറിവാണ് നൂർ മുഹമ്മദ് നമുക്ക് തരുന്നത്. ഇലയുടെ മറവിൽ, ജലപാളികളുടെ അടിയിൽ, ഒരു മീനുടലിൻ്റെ നിഴലിൽ എവിടെയോ, അല്ലേ? എവിടെയോ അവളുണ്ട്. ഇലയുടെ മറവിൽ, ജലപാളികളുടെ അടിയിൽ, ഒരു മീൻ ഉടലിൻ്റെ നിഴലിൽ എവിടെയോ അവൾ എവിടെയോ ഉണ്ട്. വെള്ളത്തിനടിയിലോ പുറത്തോ എവിടെ അവളുണ്ട് അറിയില്ല. അവളെ കണ്ടുപിടിക്കണം. ഇനി ജീവനോടെ ഉണ്ടോ മരിച്ചോ ഒന്നും അറിയില്ല, പക്ഷെ അവളെ കണ്ടുപിടിക്കണമെന്ന് ആര് ചിന്തിക്കുകയാണ്? നൂർ മുഹമ്മദ് ചിന്തിക്കുകയാണ്. ദൈവമേ! നൂർ മുഹമ്മദ് അത്ഭുതപ്പെട്ടു. ദൈവമേ, അവൾ എവിടെ പോയി? അവളുടെ താരുണ്യമാണോ കാന്തം ഇരുമ്പിനെ എന്നോണം എന്നെ വലിച്ചു കൊണ്ടുപോകുന്നത്? അല്ലേ? അവളുടെ സ്നേഹമോ, അവളുടെ പ്രതിഭാസമോ, അവളുടെ സാമീപ്യമോ എന്തോ ഒന്നുപോലെ ഈ കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്ന പോലെ അവളിലേക്ക് നൂർ മുഹമ്മദ് ഇങ്ങനെ ആകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അയാൾ ഒരു തോണിയിൽ നിരാലംബനായി കിടന്നു. അയാൾ ഒരു തോണിയിൽ ഇങ്ങനെ കിടക്കുകയാണ്, നിരാലംബൻ, ആരോരുമില്ലാതെ കിടക്കുകയാണ്. കാറ്റ് ഓളങ്ങളോട് പറഞ്ഞ ദിക്കിലേക്ക് തോണി അയാളെ കൊണ്ടുപോയി. കാറ്റ് ഇങ്ങനെ ഓളത്തിനടിച്ച്, കാറ്റ് വരുമ്പോൾ ഓളം ഇങ്ങനെ, പുഴ ഇങ്ങനെ ഓളം ഇങ്ങനെ വരൂലടാ, ഇങ്ങനെ ഇളകൂലേ വെള്ളം, അതേപോലെ തോണിയോടൊപ്പം അയാൾ ഇങ്ങനെ ഒഴുകി പോവുകയാണ്. നിലാവിൻ്റെ അരിപ്പയിലൂടെ പ്രപഞ്ചത്തെ കണ്ടുകൊണ്ട് നൂർ മുഹമ്മദ് കടന്നു. അങ്ങനെ ആ ജലാശയത്തിൽ നൂർ മുഹമ്മദ് നിലാവ് നോക്കി കിടക്കുകയാണ്. താൻ അന്വേഷിക്കുന്ന പെൺകുട്ടി എവിടെ പോയി എന്ന തിരിച്ചറിവിൽ, ആ ഒരു സങ്കടത്തിൽ, പരിഭ്രാന്തിയിൽ നൂർ മുഹമ്മദ് നിലാവിൻ്റെ വെളിച്ചവുമേറ്റ് ആ പുഴയിൽ ഇങ്ങനെ കിടക്കുകയാണ്, തോണിയിൽ. നിങ്ങൾ ആ ചിത്രം മനസ്സിലേക്ക് കൊണ്ടുപോകാം മക്കളെ. എന്ത് രസം നിലാവ്, ആ തോണിയിൽ കിടക്കുന്ന ആ നൂർ മുഹമ്മദ്, ആ പ്രകൃതിയുടെ മനോഹരമായ ഭംഗി. ആ പെൺകുട്ടിക്ക് വേണ്ടി ആ ജലാശയത്തിൽ അയാൾ കാത്തിരിക്കുകയാണ്, ഒരു തോണിയിൽ കിടന്നുകൊണ്ട്, നിലാവ് കണ്ടുകൊണ്ട്. തലേനാളത്തേക്കാൾ ഉത്കണ്ഠാകുലവും വേദനാജനകവുമായിരുന്നു അന്നത്തെ അയാളുടെ അലച്ചിൽ. തലേനാളിനെക്കാട്ടി സ്പീഡിൽ അയാൾ അലയാൻ തുടങ്ങി. അല്ലേ? ഈ പെൺകുട്ടി എവിടെ പോയി? കാണുന്നില്ല. ആ ഒരു സങ്കട പരിഭ്രാന്തിയിൽ അയാളിങ്ങനെ അലയാൻ തുടങ്ങി ആ ഒരു ജലാശയങ്ങൾ മുഴുവനും. അവൾ ആരെന്നോ എന്തെന്നോ അറിഞ്ഞുകൂടാത്തതിനാൽ അവളെപ്പറ്റി ചോദിച്ചറിയാൻ നിർവാഹമില്ലായിരുന്നു. അല്ല, അവൾ ആരാണോ എന്താണോ ഒന്നും അറിയില്ല. അത് ആരോട് ചോദിക്കണമെന്നും ആർക്കറിയില്ല. ഇയാൾക്കറിയില്ല, നൂർ മുഹമ്മദിന് അറിയില്ല ആരോട് ചോദിക്കണം ഇവളെപ്പറ്റി, എന്ത് ചോദിക്കണം, ഇവളുടെ പേരെന്താണ്, ജാതി എന്താണ്, മതം എന്താണ്, വീട് എവിടെയാണ്, ആർക്കും അറിയില്ല. ആരും പെൺകുട്ടി കണ്ടിട്ടുമില്ല, ഇയാളെ മാത്രമേ കണ്ടിട്ടു. അതുകൊണ്ട് ഈ പെൺകുട്ടിയെക്കുറിച്ച് മറ്റാരോട് ചോദിക്കാനും ഇയാൾക്കാകുന്നില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടോ മെലിഞ്ഞ് വിളറിയ ഒരു പെൺകുട്ടി എന്ന് ചോദിച്ചാൽ താൻ പരിഹസിക്കപ്പെട്ടേക്കും. അല്ലേ? ഈ പെൺകുട്ടിയെക്കുറിച്ച് മറ്റാരോടെങ്കിലും ചോദിച്ചാൽ അവർക്കിത് അറിയില്ല, അപ്പോൾ താൻ പരിഹസിക്കപ്പെടുമെന്ന് ഇയാൾക്ക് തോന്നി. തണുത്ത കാറ്റ് അയാളുടെ നെറുകെ തലോടി. ഇമകൾ വെച്ചാൽ കണ്ണ് കേട്ടോ, ഇമകൾ വെച്ചാൽ കണ്ണ്, കണ്ണ്. അതായത് തണുത്ത കാറ്റ് അയാളുടെ നെറുകെ തലോടി. അയാളുടെ മുകളിൽ ഇങ്ങനെ കാറ്റ് തലോടിപ്പോയി. ഇമകളെയും കണ്ണുകളെയും ചുംബിച്ചു. മുടിയിഴകളെ താരാട്ടി. അയാൾക്ക് ഉറക്കം വന്നു. വെള്ളം ഒരു മടിത്തട്ടാണ്. ഈ വെള്ളത്തിനരികിൽ തണുത്ത കാറ്റിൽ അയാൾ ഉറങ്ങിപ്പോയി. 6-ാമത്തെ ദിവസമായി. 1, 2, 3 ദിവസം കഴിഞ്ഞു, 4, 5 കഴിഞ്ഞു. 6-ാമത്തെ ദിവസമായി ഈ പെൺകുട്ടിയെ കാണാതായിട്ട്. അത് വളരെ വേഗം അയാളെ അവളോട് അടുപ്പിച്ചു. അയാൾക്ക് പരിഭ്രാന്തി കൂടി ദിവസം കഴിയുന്തോറും. വേഗം ഈ പെൺകുട്ടിയെ കണ്ടുപിടിക്കണം ത്വര അയാൾ വന്നുകൊണ്ടിരുന്നു നൂർ മുഹമ്മദിൽ. ചെറിയ ഒരാമ്പൽ കുളത്തിൻ്റെ കരയിൽ അയാൾ അവളെ കണ്ടെത്തി. എവിടെയാണ് മക്കളെ? ചെറിയ ഒരാമ്പൽ കുളം. ആമ്പൽ വെച്ചാൽ താമര പോലെയുള്ള കാര്യം അല്ലേ? ആമ്പൽ കുളത്തിൽ കരയിൽ അയാൾ അവളെ കണ്ടെത്തി. ആ വെളുത്ത ആമ്പലുകൾക്കിടയിലെ ആ കുളത്തിൽ നൂർ മുഹമ്മദിനെ ആര് കണ്ടെത്തി? നൂർ മുഹമ്മദ് ആരെ കണ്ടെത്തി? ആ പെൺകുട്ടിയെ കണ്ടെത്തി. നൂർ മുഹമ്മദിൻ്റെ ഹൃദയമിടിപ്പുകൾ പെരുകി. അവളെ സമീപിക്കാൻ തനിക്ക് ധൈര്യം വരുന്നില്ലെന്ന് അയാൾ അറിഞ്ഞു. എങ്കിലും അവൾ കരികിൽ നിന്ന് മാറിപ്പോകാനും അയാൾക്കാവില്ലായിരുന്നു.
അല്ലേ? അവളുടെ അടുത്തേക്ക് നൂർ മുഹമ്മദ് ഇങ്ങനെ പോവുകയാണ്. പക്ഷെ അയാളുടെ ഹൃദയം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ പോയി സംസാരിക്കുക? ഒന്നും സംസാരിക്കാനില്ല. എന്താ ഇപ്പം മിണ്ടാ? അതും മിണ്ടാനില്ല. പക്ഷെ എന്തെങ്കിലും സംസാരിക്കണമല്ലോ. നൂർ മുഹമ്മദിൻ്റെ ഹൃദയം ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾക്ക് അവളുടെ അടുത്തുനിന്ന് പോകാനും പറ്റുന്നില്ല. അയാൾക്ക് എന്തൊക്കെയോ അയാളോട് സംസാരിക്കണമെന്നുണ്ടായിരുന്നു അവളോട്. കുല്ലിസൈ മിനൽ മായി, നൂർ മുഹമ്മദ് പറഞ്ഞു. അല്ലേ? എന്താണ്? ഒരു അറബി ഭാഷയാണ്. കുല്ലിസൈ മിനൽ മായി, എല്ലാം വെള്ളത്തിൽ നിന്ന് എന്നർത്ഥം. നൂർ മുഹമ്മദ് അവളോട് പറഞ്ഞു, എല്ലാം വെള്ളത്തിൽ നിന്ന്. പെൺകുട്ടി തിരിഞ്ഞു നോക്കി. ആരാതെ? തിരിഞ്ഞു നോക്കി. ആരെയും ഒച്ചയാക്കുന്നേ? എന്താ പറഞ്ഞേ? കുല്ലിസൈ മിനൽ മായി എന്ന് പറഞ്ഞു. ആരെയും ഒച്ചയാക്കുന്നേ എന്ന് പെൺകുട്ടി തിരിഞ്ഞു നോക്കി. എല്ലാം വെള്ളത്തിൽ നിന്ന് എന്നതർത്ഥം. ശിശുഭാവം വിടാത്ത ഒരു മുഖം അയാൾ കണ്ടു. അല്ലെ? കുട്ടിത്തമുള്ളൊരു മുഖമാണ് പെൺകുട്ടിക്ക്. വിഷാദത്തിനും ദുഃഖത്തിനും ഇടയിൽ മുറുകെ പൂട്ടിയ മനോഹരമായ അധരങ്ങൾ കണ്ടു. ദുഃഖത്തിൻ്റെയും സങ്കടത്തിൻ്റെയും ഇടയിൽ ഒരു മുഖം ആ പെൺകുട്ടിയിൽ കണ്ടു. അധരങ്ങൾ, ചുണ്ട്, ചിരിക്കാത്ത സങ്കടമേറ്റുവാങ്ങിയ ഒരു ചുണ്ട് ആ പെൺകുട്ടി നൂർ മുഹമ്മദ് കണ്ടു. കഥ പറച്ചിൽക്കാരനെ നോക്കി പെൺകുട്ടി പരിചയഭാവത്ത് തലയാട്ടി. എന്താ വേണ്ടേ? പെൺകുട്ടി ചോദിച്ചു. നൂർ മുഹമ്മദിനെ നോക്കിയ പെൺകുട്ടി ചോദിച്ചു, എന്താണ്? നൂർ മുഹമ്മദിന് അവളുടെ അടുത്തേക്ക് ചെല്ലാൻ ധൈര്യം കിട്ടി. അല്ലേ? തലയിങ്ങനെ ആട്ടി. ബാ. അപ്പം നൂർ മുഹമ്മദ് ധൈര്യം കിട്ടി. എന്തോ പെൺകുട്ടി വിളിച്ചല്ലോ, എന്തോ ചോദിക്കാനാണ് വിളിച്ചത്. നൂർ മുഹമ്മദ് ആ പെൺകുട്ടി അടുത്തേക്ക് ഇങ്ങനെ നടന്നു നീങ്ങി. ഇവിടെ ഒറ്റയ്ക്ക് എന്തു ചെയ്യുന്നു? അയാൾ ചോദിച്ചു. നൂർ മുഹമ്മദ് ആ പെൺകുട്ടിയോട് ചോദിച്ചു, അല്ല ഇവിടെ ഒറ്റയ്ക്ക് എന്താ ചെയ്യുന്നത് നിങ്ങൾ? കുറേ ദിവസമല്ലേ കാണാനായിട്ട്, എന്താ എവിടെയായിരുന്നു? ഇവിടെ ഒറ്റയ്ക്ക് എന്താ ചെയ്യുന്നേ? നൂർ മുഹമ്മദ് ചോദിച്ചു. എന്താ പരിപാടി? പെൺകുട്ടിയുടെ മുഖം വാടി. ആമ്പൽ കുളത്തിലേക്ക് ചൂണ്ടിക്കാട്ടിയിട്ട് തന്നോട് തന്നെ എന്നോണം അവൾ പറഞ്ഞു, കലങ്ങിയിരിക്കുന്നു. നമ്മുടെ ജഗതി യോധ സിനിമയിൽ പറയുന്നുണ്ട്. ആ ഹോർലിക്സ് അശോകനോട് പിന്നെ ഈ കളിയിൽ ചെസ്സ് കളി തോറ്റിട്ട് വീട്ടിലോട്ട് വരുമ്പോൾ ഈ ഹോർലിക്സ് കുടിച്ചിട്ട് ജഗതി പറയുന്നില്ലേ, കലങ്ങിയില്ല എന്ന് പറയുന്ന പോലെ ഈ പെൺകുട്ടി പറയാണ്, കലങ്ങിയിരിക്കുന്നു. പെൺകുട്ടി മുഖം വാടിക്കൊണ്ട് സങ്കടത്തിലായിക്കൊണ്ട് ആമ്പൽക്കുളം നോക്കി ഈ നൂർ മുഹമ്മദിനോട് പറയുകയാണ്, കലങ്ങിയിരിക്കുന്നു. നിങ്ങൾ കാണുന്നില്ലേ ഈ ആമ്പൽക്കുളം കലങ്ങിയിരിക്കുന്നു എന്ന് നൂർ മുഹമ്മദിനെ നോക്കി ആ പെൺകുട്ടി പറഞ്ഞു. നൂർ മുഹമ്മദ് പുഞ്ചിരിച്ചു. എന്താണ് നിനക്ക് പറ്റിയത്? വട്ടായോ? മോഹൻലാൽ പറയുന്ന പോലെ വട്ടാണല്ലേ എന്ന് പറയുന്ന പോലെ ഈ നൂർ മുഹമ്മദ് ഈ പെൺകുട്ടിയെ നോക്കി ചിരിച്ചു. എന്താണ് നീ പറയുന്നത്? വെള്ളം പിന്നെ കലങ്ങൂലേ? വെള്ളം കലങ്ങി സങ്കടമായിരുന്നു ആർക്ക്? ആമ്പൽക്കുളം കലങ്ങി ചെളി കറങ്ങി വന്ന സങ്കടമായിരുന്നു ആർക്കുണ്ടായത്? നമ്മുടെ ആ പെൺകുട്ടിക്ക്. ആ പെൺകുട്ടി ഈ നൂർ മുഹമ്മദിനെ കണ്ടപ്പോൾ പറയാണ്, കലങ്ങിയിരിക്കുന്നു. നൂർ മുഹമ്മദ് ചിരിച്ചു. വെള്ളം ആകുമ്പോൾ കലങ്ങൂല്ലേ കുട്ടിയെ? അതാണോ എൻ്റെ സങ്കടം? വലിയ പ്രശ്നം അതാണോ? നൂർ മുഹമ്മദ് സിമ്പിളായിട്ട് അത് ചിന്തിച്ചു. കലങ്ങിയത് കുറേ കഴിഞ്ഞാൽ തെളിയില്ലേ കുട്ടി? നൂർ മുഹമ്മദ് പറഞ്ഞു, ഈ കലങ്ങിയ വെള്ളം കുറച്ച് കഴിഞ്ഞാൽ തെളിഞ്ഞു വരില്ലേ കുട്ടി? പെൺകുട്ടി നിഷേധാർത്ഥത്തിൽ തലയാട്ടി. ഇല്ല, തെളിയുന്നില്ല. കുറേ ദിവസമായി ഈ വെള്ളം തെളിയുന്നില്ല. നിങ്ങൾക്കന്ന് മനസ്സിലാവാത്തത്? കലങ്ങിയ വെള്ളം തെളിഞ്ഞു വരും നിങ്ങൾ പറഞ്ഞു, പക്ഷേ ഈ വെള്ളം തെളിയുന്നില്ല എന്ന് നൂർ മുഹമ്മദിനോട് സങ്കടത്തോടെ പെൺകുട്ടി പറഞ്ഞു. നൂർ മുഹമ്മദ് അവളുടെ അടുത്തേക്ക് ചെന്നു. ആമ്പൽ കുളത്തിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് കുറച്ചു നേരം അവളോടൊപ്പം നിന്നു. നൂർ മുഹമ്മദ് കുറച്ചു നേരം അവളോടൊപ്പം നിന്നു. എന്നിട്ട് ആമ്പൽ കുളം ഉറ്റുനോക്കിക്കൊണ്ട് കുറച്ചു നേരം അവളോടൊപ്പം നിന്നു. നൂർ മുഹമ്മദ് പോയില്ല, അവളോടൊപ്പം കുറച്ചു നേരം അവിടെ നിന്നു. വെള്ളത്തിന് തെളിയാതിരിക്കാൻ കഴിയില്ല. മക്കളെ, ഇമ്പോർട്ടൻ്റായ വരിയാട്ടോ. എന്ത്? വെള്ളത്തിന് തെളിയാതിരിക്കാൻ കഴിയില്ല. അവൾ അത് വിശ്വസിച്ചില്ലെന്ന് അവളുടെ വാടിയ മുഖം വ്യക്തമാക്കി. നൂർ മുഹമ്മദ് പറഞ്ഞു, കുട്ടി, കലങ്ങിയ വെള്ളം തെളിയും. ദുഃഖങ്ങളുള്ള ജീവിതം തെളിഞ്ഞു വരും. വെള്ളത്തിന് തെളിയാതിരിക്കാൻ കഴിയില്ല. ജീവിതത്തിൽ സങ്കടങ്ങൾ വരും, പ്രയാസങ്ങൾ വരും, പക്ഷേ ജീവിതം നമുക്ക് സന്തോഷങ്ങൾ തരും. കലങ്ങിയ ജീവിതം തെളിഞ്ഞ് സുന്ദരമായ ജീവിതം തരുമെന്ന ഒരു പ്രതീക്ഷയാണ് ഈ വരികൾ നമ്മോട് പറയുന്നത്. അവൾ അത് വിശ്വസിച്ചില്ലെന്ന് അവളുടെ വാടിയ മുഖം വ്യക്തമാക്കി. അവളെ ആശ്വസിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് അയാൾ കുഴങ്ങി. അല്ലേ? അവളെ എങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് നൂർ മുഹമ്മദിന് അറിയില്ല. ഈ കലങ്ങിയ വെള്ളം, ഈ ചെളി കൊണ്ട് കലങ്ങി മറിഞ്ഞ വെള്ളം എന്താണ് നല്ല വൃത്തിയിൽ തെളിഞ്ഞു വരുമെന്ന് ആര് കാത്തിരിക്കുകയാണ്? ആ പെൺകുട്ടി. പക്ഷേ ആ തെളിഞ്ഞു വരുമെന്ന് പറഞ്ഞിട്ടും ആ പെൺകുട്ടി വിശ്വസിക്കുന്നില്ല. ആ പെൺകുട്ടി സങ്കടം കണ്ട് നൂർ മുഹമ്മദിന് എങ്ങനെ ആ പെൺകുട്ടിയെ ആശ്വസിപ്പിക്കണം എന്ന് പോലും കിട്ടുന്നില്ല. അയാൾ കുഴങ്ങി. ഒരു കഥ കേൾക്കാമോ? നൂർ മുഹമ്മദ് ചോദിച്ചു. അപ്പം നൂർ മുഹമ്മദ് അവളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഒരു കഥ പറഞ്ഞു തരട്ടെ എന്ന് ചോദിച്ചു. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ? ചെറിയ പ്രായത്തിലായാലും ഇപ്പോഴായാലും ഒരു കഥ കേൾക്കാൻ ഇഷ്ടമല്ലടാ. അതേപോലെ നൂർ മുഹമ്മദ് ആ പെൺകുട്ടിയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി, കലങ്ങിയ വെള്ളം തെളിഞ്ഞു വരാത്ത സങ്കടത്തിൽ നിന്ന് ആ പെൺകുട്ടിയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി നൂർ മുഹമ്മദ് ഒരു കഥ പറയാമെന്ന് പറഞ്ഞു. എന്താണ് ആ കഥ? നോക്കാം നമുക്ക്.
കറുക പടർന്ന കുളക്കരയിൽ അയാൾ ഇരുന്നു. അങ്ങനെ ആ ഒരു കുളക്കരയിൽ അയാൾ ഇരുന്നു, ആ പെൺകുട്ടി ഇരുന്നു. അയാളെ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. വെള്ളത്തിലേക്ക് ചാഞ്ഞ മിഴികളോടെ പെൺകുട്ടി കഥ കേൾക്കാൻ തുടങ്ങി. ബുദ്ധൻ്റെ കഥയാണ്. അപ്പം ബുദ്ധൻ്റെ കഥയാണ് ആര്, നൂർ മുഹമ്മദ് ആ പെൺകുട്ടിക്ക് പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്. ബുദ്ധനും ശിഷ്യനായ ആനന്ദനും ഒരു ഗ്രാമത്തിലൂടെ നടന്നു പോവുകയായിരുന്നു. പണ്ട് ബുദ്ധനും ശിഷ്യനായ ആനന്ദനും ഒരു ഗ്രാമത്തിലൂടെ നടന്നു പോവുകയായിരുന്നു. കഠിനമായ വെയിൽ, ക്ഷീണം. ഇപ്പോൾ വെയിലും ക്ഷീണമൊക്കെ വന്നു. വല്ലാതെ ദാഹിക്കുന്നു. ആർക്ക്? ഈ ബുദ്ധൻ്റെ ശിഷ്യനും ബുദ്ധനും ദാഹിക്കുന്നു. ബുദ്ധൻ പറഞ്ഞു, അടുത്തെങ്ങും വെള്ളമില്ല. അപ്പം വെയിലിലൂടെ നടന്നു പോവുകയാണ് ബുദ്ധനും ശിഷ്യനായ ആനന്ദനും. അപ്പം ബുദ്ധൻ പറയാണ്, അടുത്തെങ്ങും വെള്ളമില്ല, എന്തു ചെയ്യും, ദാഹിക്കുന്നല്ലോ. നമ്മൾ പിന്നിട്ട വഴിയിൽ മനോഹരമായ ഒരു അരുവി ഉണ്ടായിരുന്നു. അപ്പോൾ ബുദ്ധൻ പറഞ്ഞു, നമ്മൾ നടന്നു വന്നില്ലേ പ്രിയപ്പെട്ട ശിഷ്യ, നമ്മൾ നടന്നു വരുമ്പോൾ അവിടെ ഒരു അരുവി ഉണ്ടായിരുന്നു. അതിലൊരുപാട് നല്ല വെള്ളം ഉണ്ടായിരുന്നു. നീ ശ്രദ്ധിച്ചിരുന്നോ? എന്തു തെളിഞ്ഞ വെള്ളം. 2 നാഴിക തിരിച്ചു നടക്കണം. പക്ഷേ ആ വെള്ളം എടുക്കണമെങ്കിൽ വീണ്ടും 2 നാഴിക നടക്കണം എന്ന് പറഞ്ഞു. കുറച്ച് ദൂരം നടക്കണം. നീ പോയി ആ ഭിക്ഷാപാത്രം നിറയെ വെള്ളം എടുത്തുകൊണ്ട് വരൂ. ബുദ്ധൻ ആനന്ദനായ ശിഷ്യനോട് പറഞ്ഞു, നീ ഒന്ന് പോയി അരുവിയിൽ നിന്നും ശുദ്ധജലം എടുത്തിട്ട് വരൂ ആ പാത്രത്തിൽ. ഞാൻ ഈ മരത്തണലിൽ ഇരിക്കാം. ബുദ്ധൻ പറഞ്ഞു, ഞാൻ ഈ മരത്തണലിൽ ഇരിക്കാം, നീ പോയി അരുവിയിൽ നിന്നും ശുദ്ധജലം എടുത്തിട്ട് വാ എന്ന് പറഞ്ഞു ശിഷ്യനോട്. ആനന്ദൻ ഉടൻ തന്നെ പുറപ്പെട്ടു. അങ്ങനെ ഗുരുവിൻ്റെ വാക്ക് കേട്ട് ആനന്ദൻ ഉടൻ തന്നെ എന്ത് ചെയ്തു? ആ അരുവിയുടെ അടുത്തേക്ക് പോയി. എന്തെടുക്കാൻ? വെള്ളമെടുക്കാൻ. അയാൾ അരുവിക്കടുത്തെത്തിയപ്പോൾ നിരനിരയായി കുറേ കാളവണ്ടികൾ അരുവി മുറിച്ച് കടന്നു പോകുന്നത് കണ്ടു. ചക്രങ്ങളും കാളകളുടെ കുളമ്പുകളും അരുവിയുടെ അടിയിലെ ചളി മുഴുവനും ഇളക്കി മറിച്ചുകൊണ്ടിരുന്നു. വെള്ളം കൊഴുത്ത ചളിയായി മാറി. പകുതി ചീഞ്ഞ ഇലകളും അടിയിൽ നിന്ന് പൊന്തി വന്നു. ആനന്ദൻ വെള്ളമെടുത്തില്ല. ആനന്ദൻ ഗുരുവിൻ്റെ വാക്ക് കേട്ട് 2 നാഴിക നടന്ന് അരുവിയിലെ വെള്ളം എടുക്കാൻ പോയി. അപ്പോഴതാ ആ അരുവിയിൽ കാളവണ്ടികൾ പോയി. ആ അരുവി ആകെ കലങ്ങിയിരിക്കുന്നു. ഈ പഴയ ചീഞ്ഞ ഇലകളൊക്കെ മുകളിലേക്ക് പൊന്തി വന്നിരിക്കുന്നു. മണ്ണൊക്കെ കലങ്ങി ആ ശുദ്ധജലം ചെളിവെള്ളമായി മാറി. അതുകൊണ്ട് ആനന്ദൻ ആ വെള്ളം എടുക്കാതെ തിരികെ ഗുരുവിൻ്റെ അടുത്തേക്ക് വന്നു. ദാഹിച്ചു കാത്തിരിക്കുന്ന ബുദ്ധനോട് ശിഷ്യൻ പറഞ്ഞു, അരുവിയിലെ വെള്ളമാകെ കലങ്ങി മറിഞ്ഞിരിക്കുന്നു. കുറേ കാളവണ്ടികൾ വെള്ളം കലക്കി ചെളിയാക്കി. ചീഞ്ഞ ഇലകളും അഴുക്കും കൊണ്ട് അത് കുടിക്കാൻ കൊള്ളില്ലാത്തതായി. കുറച്ചുകൂടി നടന്നാൽ വലിയൊരു നദി ഉണ്ടത്രേ, ഞാൻ അവിടെ പോയി വെള്ളം കൊണ്ടുവരാം. ആനന്ദൻ ഗുരുവിനോട് പറയാൻ ശ്രീബുദ്ധനോട്, ഗുരുവേ, നിങ്ങളറിയോ, നിങ്ങളുടെ വാക്ക് കേട്ട് ഞാൻ അരുവിനടുത്തേക്ക് പോയി വെള്ളം എടുക്കാൻ. പക്ഷേ കാളമുട്ടന്മാർ ആ വെള്ളമൊക്കെ കലക്കി മറിച്ച് ചെളിയാക്കി മാറ്റി. ആ വെള്ളത്തിന് അടിയിലുണ്ടായ ചീഞ്ഞ ഇലകളൊക്കെ മുകളിലേക്ക് പൊന്തി വന്നു. ആ വെള്ളമാകെ ചെളിവെള്ളമായി മാറി. ഇനി ഞാൻ എന്ത് ചെയ്യും? എൻ്റെ അപ്പുറത്തൊരു നദിയുണ്ട്, ആ നദിയിൽ പോയി ഞാൻ വെള്ളം എടുക്കട്ടെ എന്ന് ആര് ചോദിച്ചു? ഗുരുവിനോട് നമ്മൾ ആനന്ദൻ ചോദിച്ചു. പക്ഷേ ബുദ്ധൻ പറഞ്ഞു, നീ തിരിച്ചു പോകണം. സ്ഫടികം പോലെ പരിശുദ്ധമായ വെള്ളം ആ അരുവിയിൽ ഞാൻ കണ്ടതാണ്. ഇനി ചെല്ലുമ്പോഴും അത് തെളിഞ്ഞിട്ടില്ലെങ്കിൽ തെളിയുന്നത് വരെ അതിൻ്റെ കയ്യിൽ കാത്തിരിക്കുക. സ്ഫടികം പോലെ തെളിഞ്ഞ വെള്ളം ഞാൻ ആ അരുവിയിൽ കണ്ടതാണ്. അത് തെളിഞ്ഞു വരും, നീ ക്ഷമയോടെ കാത്തിരിക്ക്, ആ വെള്ളം തന്നെ കുടിക്കാമെന്ന് ഗുരു ശിഷ്യനായ ആനന്ദനോട് പറഞ്ഞു. ആനന്ദൻ തിരിച്ചു നടന്നു. ആ വെള്ളമോ അതിന് സ്ഫടികം പോലെ ആവുമെന്നോ എനിക്ക് തോന്നുന്നില്ല. ആനന്ദൻ ഗുരുവിനോട് പറഞ്ഞു, ആ വെള്ളമോ ഏതെനി സ്ഫടികം പോലെ തിളങ്ങിയ വെള്ളമായിട്ട് മാറുമോ? എനിക്ക് തോന്നുന്നില്ല. അത് ചെളിവെള്ളം തന്നെയായിരിക്കും. അതിന് പഴയ പോലെ നല്ല ശുദ്ധജലമായി മാറില്ല. അത് കാളയുടെ ചക്രമേറ്റ് കാലുകളേറ്റ് അത് കലങ്ങി മറിഞ്ഞു. ഇനി പഴയ പോലെ തിളങ്ങി വരില്ല എന്ന് ആനന്ദൻ ഗുരുവിനോട് പറഞ്ഞു. ആനന്ദന് ഒരു വിശ്വാസവുമില്ല. പക്ഷേ ഗുരുവിൻ്റെ വാക്ക് കേട്ട് ആനന്ദൻ വീണ്ടും അരുവിയുടെ അടുത്തേക്ക് നടന്നു പോയി. അയാൾ പിറുപിറുത്തു, ഈ മണ്ടൻ ഗുരു എന്തെല്ലാം പറയുന്നേ? 2 നാഴിക തിരിച്ചു നടന്ന് ആനന്ദൻ അരുവിക്കരയിലെത്തി. അപ്പോഴേക്കും ചെളി അടിയിൽ ഊറുകയും ചീഞ്ഞ ഇലകൾ താഴുകയും ചെയ്ത് വെള്ളം ഒരുവിധം തെളിഞ്ഞിരുന്നു. എന്താ മക്കളിൽ പറയുന്നേ? അപ്പോഴേക്കും ചെളിയിലടിയിൽ ഊറുകയും ഒരുവിധം തെളിഞ്ഞിരുന്നു. ചെളിയിലടിയിൽ ഊറുകയും ചീഞ്ഞ ഇലകൾ താഴുകയും വെള്ളം ഒരുവിധം തെളിഞ്ഞിരുന്നു. അതായത് ഈ ഗുരുവിൻ്റെ വാക്ക് കേട്ട് ഈ ആനന്ദൻ, ഈ സന്യാസി എവിടേക്ക് പോയി? ഈ അരുവിയുടെ അടുത്തേക്ക് പോയി. അവിടെ പോയപ്പോൾ അവിടെ എന്താണ്? ആ നേരത്തെ കണ്ട ആ കലങ്ങിയ വെള്ളമൊക്കെ തെളിഞ്ഞ് ചീഞ്ഞ ഇലകളൊക്കെ താഴ്ന്ന് ശുദ്ധജലം അവിടെ കാണാൻ സാധിച്ചു. ആനന്ദൻ അരുവിക്കരയിൽ കാത്തിരുന്നു. വെള്ളം തെളിയുന്നതുവരെ വെള്ളം തെളിയുക തന്നെ ചെയ്തു. ആനന്ദൻ കുറേ സമയം കാത്തിരുന്നു ആ വെള്ളം തെളിയാൻ വേണ്ടി. അങ്ങനെ വെള്ളം തെളിയുന്നതുവരെ ആനന്ദൻ അവിടെ കാത്തിരുന്നു.
ആ ഗുരുവിൻ്റെ വാക്ക് കേട്ട പോലെ, ഗുരു പറഞ്ഞ പോലെ ആ വെള്ളമെല്ലാം തെളിഞ്ഞ് ശുദ്ധജലമായി മാറിയതാര് കണ്ടു? നമ്മുടെ ആനന്ദൻ കണ്ടു. പെൺകുട്ടിയുടെ മൃദുലമായ തേങ്ങലുകൾ കേട്ട് നൂർ മുഹമ്മദ് കഥ പറച്ചു നിർത്തി. അല്ല മക്കൾ, എന്തിൻ്റെ അർത്ഥം? ഈ പെൺകുട്ടി സങ്കടം എന്തായിരുന്നു? ഈ കലങ്ങിയ വെള്ളം തെളിഞ്ഞു വരാത്തയല്ലേ? ഈ ബുദ്ധൻ്റെ കഥ എന്താണ്? ഈ ബുദ്ധൻ്റെ ശിഷ്യനായ ആനന്ദൻ പറഞ്ഞ കാര്യം എന്താ? വെള്ളം എന്തായാലും തെളിഞ്ഞു വരില്ല. പക്ഷേ ബുദ്ധൻ പറഞ്ഞു, ക്ഷമയോടെ കാത്തിരിക്കൂ, അത് തെളിഞ്ഞു വരും. ഈ നൂർ മുഹമ്മദ് പെൺകുട്ടി പറഞ്ഞതാണ്, ക്ഷമയോടെ കാത്തിരിക്കൂ, ആ കലങ്ങിയ വെള്ളം തെളിഞ്ഞു വരും. ഈ കഥ വായിക്കുന്ന എന്നോടും ഈ കഥ കേൾക്കുന്ന നിങ്ങളോടും എഴുത്തുകാരൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ: ജീവിതത്തിലെ കലങ്ങിയ വെള്ളമൊക്കെ തെളിഞ്ഞു വരും. നിങ്ങളുടെ സങ്കടങ്ങൾ, നിങ്ങളുടെ സദ്താപങ്ങൾ, നിങ്ങളുടെ പരാജയങ്ങൾ, പ്രശ്നങ്ങളെല്ലാം തന്നെ കലങ്ങിയതാണെങ്കിൽ അത് തെളിഞ്ഞു വരും. ഒരിക്കൽ പ്രതീക്ഷയോടെ നിങ്ങൾക്ക് മുമ്പിൽ അത് വന്നു നിൽക്കും. ക്ഷമയോടെ കാത്തിരിക്കുക എന്നാണ്. ഈ വെള്ളവും അങ്ങനെയായിരുന്നു. എത്ര കലങ്ങിയാലും തെളിഞ്ഞു വരുമായിരുന്നു. പോത്തുകൾ കുത്തിമറിഞ്ഞാലും ഞാൻ കുളിക്കാൻ എത്തുമ്പോഴേക്കും കണ്ണാടി പോലെ തെളിഞ്ഞ് ആകാശത്തെയും മേഘങ്ങളെയും പ്രതിഫലിച്ച് കിടക്കുമായിരുന്നു. അല്ലേ? ഈ വെള്ളവും അങ്ങനെയായിരുന്നു. ഈ പെൺകുട്ടി കരഞ്ഞു നിൽക്കുന്ന ഈ വെള്ളവും അങ്ങനെ തന്നെയായിരുന്നു. എത്ര കലങ്ങിയാലും തെളിഞ്ഞു വരുമായിരുന്നു. പോത്തുകൾ കുത്തിമറിഞ്ഞാലും ഞാൻ കുളിക്കാൻ എത്തുമ്പോഴേക്കും കണ്ണാടി പോലെ തെളിഞ്ഞ ആകാശത്തെയും മേഘങ്ങളെയും പ്രതിഫലിച്ച് കിടക്കുമായിരുന്നു. തെളിഞ്ഞ വെള്ളത്തിൽ ആകാശമേഘമൊക്കെ കാണാൻ പറ്റുമല്ലോ. അതേപോലെ ഈ പെൺകുട്ടി സങ്കടപ്പെട്ടപ്പോൾ നൂർ മുഹമ്മദ് പറയുകയാണ്, ഈ വെള്ളവും തെളിഞ്ഞു വരും, നീ പേടിക്കണ്ട. ജീവിതം അങ്ങനെയാണല്ലേ? പ്രശ്നങ്ങളും പ്രയാസങ്ങളും വന്നാലും പിന്നീടും അത് കലങ്ങി തെളിഞ്ഞാണെങ്കിലും തെളിഞ്ഞു വരും എന്ന് നൂർ മുഹമ്മദ് പറഞ്ഞ് ആ പെൺകുട്ടിയെ ആശ്വസിപ്പിക്കുകയാണ്. ദുർമലമായ തണ്ടിൽ നിവർന്നു നിൽക്കാൻ പാടുപെടുന്ന മുഖം താഴ്ത്തിപ്പിടിച്ച് 2 ആമ്പൽപ്പൂക്കളിലേക്ക് നോക്കി നൂർ മുഹമ്മദ് നെടുവീർപ്പെട്ടു. അങ്ങനെ ആ ആമ്പൽപ്പൂക്കളിലേക്കും ആ തടാകത്തിലേക്ക് നോക്കി നൂർ മുഹമ്മദ് നെടുവീർപ്പെട്ടു. കഥയുടെ ബാക്കി കൂടി കേൾക്കാമോ? അയാൾ ചോദിച്ചു. പെൺകുട്ടി സമ്മതഭാവം തലയാട്ടി. കഥയുടെ ബാക്കി കൂടി ഞാൻ പറയട്ടെ എന്ന് നൂർ മുഹമ്മദ് ചോദിച്ചു. പെൺകുട്ടി തലയാട്ടി പറഞ്ഞു എന്ന് പറഞ്ഞു. കണ്ണു തുടയ്ക്കൂ, നൂർ മുഹമ്മദ് വാത്സല്യത്തോടെ പറഞ്ഞു. അയാളുടെ ശബ്ദത്തിൻ്റെ മാർദ്ദവം അവളെ അഗാധമായി സ്പർശിച്ചു. അല്ലെ? അയാളുടെ ഒരു ശബ്ദവും ഇടപെടലെല്ലാം തന്നെ ആ കുട്ടിയിൽ ഒരുപാട് പ്രതീക്ഷയും സന്തോഷവും ഉണ്ടാക്കി. വിളറിയ വിരലുകൾ കൊണ്ട് കണ്ണീർ തുടച്ചു കളയുകയും ചെറുതായി പുഞ്ചിരിക്കുകയും ചെയ്തു അവൾ. അങ്ങനെ പെൺകുട്ടിയുടെ പ്രതീക്ഷ വന്നു. അവൾ കരഞ്ഞ മുഖമൊക്കെ മാറി നല്ല ചിരിക്കാൻ തുടങ്ങി. നൂർ മുഹമ്മദിൻ്റെ വാക്ക് കേട്ട്, കഥ കേട്ട്. ആനന്ദൻ വെള്ളവുമായി ബുദ്ധൻ്റെ അടുത്തെത്തി. അയാൾ സന്തുഷ്ടനായിരുന്നു. ആനന്ദൻ വീണ്ടും കഥ ബാക്കി പറഞ്ഞു. വീണ്ടും സംഭവിച്ചെന്ന നൂർ മുഹമ്മദ്. അങ്ങനെ ബുദ്ധസന്യാസി ശിഷ്യൻ ബുദ്ധനടുത്തേക്ക് വീണ്ടും എത്തി. വെള്ളവുമായി സന്തോഷത്തോടുകൂടി എത്തി. എന്നോട് ക്ഷമിക്കണേ ഗുരു എന്നാര് പറഞ്ഞു? ആനന്ദൻ പറഞ്ഞു. അയാൾ ബുദ്ധനോട് പറഞ്ഞു, എന്നെ 2 തവണ നടത്തിച്ചതിൽ എനിക്ക് താങ്കളോട് ദേഷ്യമുണ്ടായിരുന്നു. താങ്കൾ കഠിന ഹൃദയനാണെന്ന് ഞാൻ ചിന്തിച്ചു. എനിക്ക് ദേഷ്യവും സങ്കടവും ഉണ്ടായിരുന്നു. അത്രയും നടക്കാൻ എനിക്കൊട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. എൻ്റെ മനസ്സ് കലങ്ങി മറിഞ്ഞു. പക്ഷേ അരുവി തെളിഞ്ഞു വരുന്നതുവരെ ഒന്നും ചെയ്യാനില്ലാതെ കാത്തിരുന്നപ്പോൾ പതുക്കെ ദേഷ്യവും സങ്കടവും ഇഷ്ടക്കേടുകളും എല്ലാം ചെളി ഊറിക്കൂടും പോലെയും ചീഞ്ഞ ഇലകൾ താണു പോകും പോലെയും താഴേക്കടിയും മനസ്സ് തെളിഞ്ഞു വരുന്നതും ഞാൻ അനുഭവിച്ചു. അതായത് എന്നെ അങ്ങ് വീണ്ടും പറഞ്ഞയച്ചില്ലേ? അപ്പോൾ എൻ്റെ മനസ്സിൽ വിശ്വാസമേ ഉണ്ടായിരുന്നില്ല ആ കലങ്ങിയ വെള്ളം തെളിഞ്ഞു വരുമെന്ന്. പക്ഷേ അങ്ങയുടെ വാക്ക് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഈ വെള്ളം, കലങ്ങിയ വെള്ളം തെളിഞ്ഞു വരുമെന്ന്. അങ്ങയുടെ വാക്ക് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ചെളി വെള്ളം കലങ്ങി തെളിഞ്ഞ വെള്ളമായി വന്നു. അതെനിക്ക് പ്രതീക്ഷയുണ്ടാക്കി, സന്തോഷമുണ്ടാക്കി എന്ന് ഗുരുവിനോട് ആര് പറയുകയാണ്? ആ ശിഷ്യൻ പറയുകയാണ്. പെൺകുട്ടി കഥ പറച്ചിലുകാരൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. അത്ഭുതകരമായ എന്തോ അയാളുടെ മുഖത്തുണ്ട്. അങ്ങനെ പെൺകുട്ടി സന്തോഷമായി. ആ വെള്ളം തിളങ്ങി വരുന്നുണ്ട് അല്ലേ? പെൺകുട്ടി ആ നൂർ മുഹമ്മദിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി പ്രതീക്ഷയോടെ. എന്തോ ഈ ചങ്ങായി നിസ്സാരക്കാരനല്ല എന്ന മട്ടിൽ പെൺകുട്ടി നൂർ മുഹമ്മദിനെ ഇങ്ങനെ നോക്കി. എന്ന പോലെ ഇമയാട്ടാതെ അനേക നേരം, കണ്ണടക്കാതെ അനേക നേരം നൂർ മുഹമ്മദിനെ പെൺകുട്ടി നോക്കിക്കൊണ്ടിരുന്നു. എന്താ ഇങ്ങനെ നോക്കുന്നേ? നൂർ മുഹമ്മദ് ചോദിച്ചു. സത്യത്തിൽ അയാളും അവളെ ഉറ്റുനോക്കുകയായിരുന്നല്ലോ. ഒരു കുഞ്ഞിൻ്റെ കൗതുകം മുറ്റിയ കണ്ണുകളിൽ നിന്നെന്ന പോലെ അവളിൽ നിന്ന് തന്നിലേക്കൊഴുകിയെത്തുന്ന ആനന്ദം അയാളിൽ തിരയിളക്കങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ആ പെൺകുട്ടിയുടെ സങ്കടങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അവൾ സന്തോഷിക്കുകയാണ്. അവളുടെ ആനന്ദവും ആരിൽ ആനന്ദമുണ്ടാക്കി? ആ പെൺകുട്ടിയിൽ നിന്നും സങ്കടമില്ലാതാകുന്ന കണ്ട്, ആ പെൺകുട്ടി സന്തോഷിക്കുന്നത് കണ്ട് ഈ നൂർ മുഹമ്മദിലും ആനന്ദം ഉണ്ടാകുകയാണ്. നൂർ മുഹമ്മദ് പറഞ്ഞു, പെൺകുട്ടിയെ
നൂർ മുഹമ്മദ് മൃദുവായി വിളിച്ചു. തൻ്റെ സത്തയുടെ ആഴത്തിൽ നിന്നാണ് താൻ അവളെ അങ്ങനെ വിളിക്കുന്നതെന്ന് അയാൾ അറിഞ്ഞു. തൻ്റെ ഉള്ളിൽ നിന്നും ആ പെൺകുട്ടിയെ അയാൾ വിളിച്ചു. അയാൾ കണ്ണടച്ചിരുന്ന് അവളെ കാണാൻ ശ്രമിച്ചു. ആനന്ദമാണ് അവൾ. ഇലകളിൽ പെയ്യുന്ന മഴത്തുള്ളികൾ പോലെ വിഷാദഭരിതമായ ലോകത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൻ്റെ വഴിയും ജീവനുമാണ് അവൾ. ആരും കാണാത്തത് ആദ്യം കണ്ടവൾ, ആരും ഉത്കണ്ഠപ്പെടാത്തതിനെക്കുറിച്ച് ആദ്യം ഉത്കണ്ഠപ്പെട്ടവൾ, ആരും വേദനിക്കാത്തതിനെ ചൊല്ലി ഏറെ വ്യസനിക്കുന്നവൾ. അല്ലേ? ഒരു പെൺകുട്ടി നല്ല പെൺകുട്ടിയല്ലേ? ആരും സങ്കടപ്പെടാത്തൊരു കാര്യത്തിന് വേണ്ടി ആ പെൺകുട്ടി സങ്കടപ്പെട്ടത്. ഒരു കലങ്ങിയ വെള്ളം കണ്ടിട്ടാണ് ആ പെൺകുട്ടി സങ്കടപ്പെടുന്നത്. അത്രമാത്രം ചെറിയ കാര്യങ്ങളിൽ പോലും വിഷമിക്കുന്ന ആൾക്കാരുടെ പ്രതീകമായി ആര് മാറുന്നു? ഈ പെൺകുട്ടി മാറുന്നു. ആ പെൺകുട്ടിയുടെ വേദനയിൽ സഹായിക്കണം, അതിലും വേദനിക്കുന്ന ഒരു പ്രതീകമായി നൂർ മുഹമ്മദ് മാറുന്നു. ഇന്നത്തെ കാലത്ത് നമ്മൾ പ്രതീക്ഷയോടെ ജീവിക്കണമെന്നും സങ്കടപ്പെടുന്നവരെ സഹായിക്കണമെന്നും ആരോരും ഇല്ലാത്തവരുടെ കൂടി ആയിരിക്കണമെന്നും എന്ന വലിയ ചിന്ത ഈ പാഠഭാഗം നമുക്ക് തരുന്നു. എന്താ കണ്ണടച്ചിരിക്കണേ? പെൺകുട്ടി ചോദിച്ചു നൂർ മുഹമ്മദിനോട്. കാണുകയാണ്. നൂർ മുഹമ്മദ് പറഞ്ഞു. കണ്ണടച്ചിരുന്നാൽ കാണുമോ? പെൺകുട്ടി ചോദിച്ചു. കാണും, എനിക്കും തീർച്ചയായും. പെൺകുട്ടി കണ്ണടച്ചു. അങ്ങനെ നൂർ മുഹമ്മദ് പെൺകുട്ടിയും കണ്ണടച്ചു. എത്ര നേരം കണ്ണടച്ചിരിക്കണം? അവൾ ചോദിച്ചു. കാണുന്നതുവരെ അവൾ കണ്ണടച്ചിരുന്നു. പിന്നെ കാണാൻ തുടങ്ങി. അങ്ങനെ അവളെങ്ങനെ കണ്ണടച്ചിരുന്നു. പിന്നെ കണ്ണു തുറന്നപ്പോൾ ആ വെള്ളമൊക്കെ, കലങ്ങിയ വെള്ളമൊക്കെ തെളിഞ്ഞു വരുന്നത് ആര് കണ്ട? പെൺകുട്ടി കണ്ടു. അനന്തമായ നീലാകാശം, നിർമ്മല തടാകം, പച്ചക്കാടുകൾ, ഒഴുകിയെത്തുന്ന അരുവികൾ, ദൂരെ നിന്ന് കാറ്റിനോടൊപ്പം ആടി ഉലഞ്ഞു വരുന്ന തോണിയിൽ ഏകനായി കണ്ണടച്ചിരിക്കുന്ന കഥ പറച്ചിലുകാരൻ. അയാൾ അടുത്തു വരുംതോറും ഏതോ മൃദുലമായ സുഗന്ധം അവളെ തഴുകുന്നു. ഏതു പൂവിൻ്റെ മണമാണ് നിങ്ങൾക്ക് എന്ന് ചോദിക്കേണ്ടതിന് പകരം അവൾ ചോദിച്ചു, ഏതു പൂവാണ് നിങ്ങൾ? അല്ലേ? കണ്ണടച്ച് തുറക്കുമ്പോൾ നിർമ്മലമായ തടാകം കണ്ടു. ആ കലങ്ങിയ വെള്ളമൊക്കെ തെളിഞ്ഞു വന്നു. തോണിയിൽ അയാൾ ഇരിക്കുന്ന, നൂർ മുഹമ്മദ് ഇരിക്കുന്ന കണ്ടു. ആ സുഗന്ധം അവൾ അനുഭവിച്ചു. അല്ലേ? ഒരു പൂവിൻ്റെ മണം അയാൾക്ക് അനുഭവപ്പെട്ടു. അത് നിങ്ങൾക്ക് ഏത് പൂവിൻ്റെ മണമാണെന്ന് ചോദിക്കുന്നത് പകരം അവൾ ചോദിച്ചു, ഏത് പൂവാണ് നിങ്ങൾ? അത്രയും നിർമ്മലമായ ഒരു കഥാപാത്രമായി അവൾക്ക് മുന്നിൽ, പ്രതീക്ഷയുടെ കഥാപാത്രമായി, അവളുടെ കണ്ണീര് തുടച്ച സന്തോഷത്തിൻ്റെ കഥാപാത്രമായി നൂർ മുഹമ്മദ് കഥയുടെ അവസാനം മാറുകയാണ്. 100 ചിലങ്ങുകൾ ഒന്നിച്ച് കിലുങ്ങും പോലെ വെള്ളത്തിൻ്റെ ഒച്ച കേട്ട് നൂർ മുഹമ്മദ് കണ്ണു തുറന്നു. മിന്നുന്ന വെയിൽ നീർച്ചാലിലെ വെള്ളം ചവിട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ആ പെൺകുട്ടി ഓടിപ്പോകുന്നത് കണ്ടു. അവൾക്ക് ചുറ്റും സ്ഫടിക മണികൾ പോലെ വെള്ളം ചിതറിത്തെറിച്ചുകൊണ്ടിരുന്നു. അവസാനം കണ്ണു തുറന്നപ്പോൾ പെൺകുട്ടി കണ്ട കാഴ്ച എന്താണ്? ആ കലങ്ങിയ വെള്ളമെല്ലാം തെളിഞ്ഞു വന്നിരിക്കുന്നു. അവർ സന്തോഷത്തോടു കൂടി, ഉത്സാഹത്തോടു കൂടി ആ വെള്ളത്തിലേക്ക് ഓടിപ്പോയി. ആ സ്ഫടിക മണികൾ പോലെയുള്ള വെള്ളം ചിന്നിച്ചിതറാൻ തുടങ്ങി. അവരുടെ കാൽപാദമേറ്റ് ആ കാഴ്ച കണ്ട് നൂർ മുഹമ്മദും സന്തോഷിച്ചു. ആദി എന്ന് പറയുന്ന സാറാ ജോസഫിൻ്റെ കഥാസമാഹാരത്തിലെ കഥയാണ് നമ്മളിന്ന് പഠിച്ചത്. വെള്ളത്തിന് തെളിയാതിരിക്കാനാകില്ല. മക്കളെ, ഇത് പ്രതീക്ഷയുടെ ഒരു കഥയാണ്. ജീവിതത്തിൽ എത്ര പ്രശ്നം വന്നാലും, ജീവിതത്തിന് എത്ര കലങ്ങി മറിഞ്ഞാലും, എത്ര പരാജയങ്ങൾ വന്നാലും ക്ഷമയോടെ കാത്തിരിക്കുക. ഇവിടെ പെൺകുട്ടി കണ്ട ആ നീർച്ചാല് പോലെ, ആ തെളിഞ്ഞ സ്ഫടിക മണികളുള്ള ജലം പോലെ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും തെളിഞ്ഞു വരുമെന്ന വലിയ ചിന്ത നൽകുന്ന സാറാ ജോസഫിൻ്റെ കഥയാണ് ഇത്. വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല. ഇനി നമുക്ക് ഈ കഥയിലെ പ്രധാന ചോദ്യോത്തരങ്ങളിൽ കടന്നു പോകാം. ആദിയെ ചുറ്റിക്കിടക്കുകയാണ് പച്ചവള. ആദി എന്ന പ്രദേശത്തിൻ്റെ സവിശേഷതകൾ വ്യക്തമാക്കാൻ ഈ വാക്യത്തിന് സാധിക്കുന്നുണ്ടോ? പരിശോധിച്ച് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ആദി എന്ന് പറയുന്ന പ്രദേശത്തെക്കുറിച്ചാണ് ചോദ്യം. ഈ പ്രദേശത്തിൻ്റെ സവിശേഷതകൾ എന്താണ് എന്നാണ് വ്യക്തമാക്കാൻ പറയുന്നത്. നോക്കാം നമുക്ക്. നോവലിൽ പരാമർശിച്ചിട്ടുള്ള ആദി എന്ന പ്രദേശം ഒരു ജലദേശമാണ്. ആദി ജലത്തിൻ്റെ നാടാണ്. നാഡീഞരമ്പുകൾ പോലെ തലങ്ങും വിലങ്ങും തോടുകളും തണ്ണീർത്തടാകങ്ങളും. അപ്പോൾ ആദ്യം എന്ന് പറയുന്ന ഒരു പ്രദേശം വെള്ളത്താൽ ചുറ്റപ്പെട്ട, തോടുകളും കാലുകളും കുളങ്ങളും പുഴങ്ങളുമായി ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ്. പിന്നെന്താണ്? പൊങ്ങിക്കിടക്കുന്ന കരയും ഉള്ള 3 കൊച്ചു തുരുത്തുകൾ, ഇതാണ് ആദി. ഇവിടെ എപ്പോഴും തണലും തണുപ്പുമാണ്. പുറം ലോകത്ത് നിന്ന് ഒറ്റപ്പെട്ട് കിടക്കുന്ന ആദിയെ ചുറ്റി കണ്ടലുകളുടെ പച്ചവളയുണ്ട്. ആദിക്ക് ചുറ്റും കായലാണ്. അതിനപ്പുറം തിരക്കേറിയ മഹാനഗരം. പച്ചവള പോലെ തോന്നിക്കുന്ന കണ്ടൽക്കാടുകളെക്കുറിച്ചുള്ള ഈ പരാമർശം ആദി എന്ന പ്രദേശത്തിൻ്റെ സവിശേഷതകൾ വ്യക്തമാക്കാൻ തീർത്തും ഉപകരിക്കും. അല്ലേ? അത്രയും സുന്ദരമായ ജലനിബിഡമായ ഒരു സ്ഥലമാണ് ആദി എന്ന് പറയുന്നത്. അപ്പോൾ ആദിയുടെ ഒരു പ്രത്യേകത, ആദി എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണ്? ജലമാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ്. അടുത്ത ചോദ്യം. വെള്ളത്തിലേക്ക് ചാഞ്ഞ മിഴികളോടെ പെൺകുട്ടി കഥ കേൾക്കാൻ തുടങ്ങി. ആരും കാണാത്തത് ആദ്യം കണ്ടവൾ,
ആരും ഉത്കണ്ഠപ്പെടാത്തതിനെക്കുറിച്ച് ആദ്യം ഉത്കണ്ഠപ്പെട്ടവൾ, ആരും വേദനിക്കാത്തതിനെ ചൊല്ലി ഏറെ വ്യസനിക്കുന്നവൾ. കഥാപാത്രത്തിൻ്റെ എന്തെല്ലാം സവിശേഷതകളാണ് നോവൽ ഭാഗത്ത് തെളിയുന്നത് അല്ലെ? കഥാപാത്രത്തിൻ്റെ എന്തെല്ലാം സവിശേഷതയാണ് ഈ നോവൽ തെളിയുന്നത്? അവളുടെ കാഴ്ചപ്പാടിൻ്റെ സമകാലിക പ്രസക്തി എന്ത് ചർച്ച ചെയ്യുക. അപ്പോൾ ഈ കഥാപാത്രം, ഈ പെൺകുട്ടി ആരും വിഷമിക്കാത്തതിനെയാണ് വിഷമിക്കുന്നത്, ആരും കാണാത്തതാണ് കാണുന്നത്. അപ്പോൾ ആ പെൺകുട്ടിയെയും ഈ കഥാപാത്രത്തിൻ്റെ സമകാലിക പ്രസക്തി എന്താണ് എന്നാണ് ചോദ്യം. നോക്കാം. വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല എന്ന നോവൽ ഭാഗത്തെ പ്രധാന കഥാപാത്രം മെലിഞ്ഞ് വിളറിയ ഒരു സുന്ദരിയാണ്. പ്രകൃതിയുടെ കൂട്ടുകാരിയാണ്. വെള്ളം മെലിഞ്ഞൊരു സുന്ദരിയായി പെൺകുട്ടി, പ്രകൃതിയുടെ കൂടെയുള്ളൊരു പെൺകുട്ടി. എപ്പോഴും വെള്ളത്തെക്കുറിച്ച് ചിന്തിക്കുന്ന അവൾ ആദി എന്ന പ്രദേശത്തെ ചുറ്റിക്കിടക്കുന്ന കണ്ടൽക്കാടുകളുടെ പുത്രിയാണ്. അപ്പോൾ പ്രകൃതിയോടുള്ള ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി തന്നെയാണ് പ്രകൃതി എന്ന് പറയുന്നത്. അവൾ നദികളുടെയും കായലുകളുടെയും കുളങ്ങളുടെയും മുമ്പിൽ എപ്പോഴും വന്നു നിന്ന് വളരെ നേരം അവയിലെ വെള്ളത്തിൽ തന്നെ നോക്കി നിൽക്കുന്നത് കഥ പറച്ചിലുകാരൻ നൂർ മുഹമ്മദ് കാണുന്നുണ്ട്. എപ്പോഴും ആ പെൺകുട്ടി ആ വെള്ളം തന്നെ നോക്കി നിൽക്കുന്നത് ആര് കാണുന്നുണ്ട്? നൂർ മുഹമ്മദ് കാണുന്നുണ്ട്. ഒടുവിൽ അവളുടെ പ്രവൃത്തിയുടെ ഉദ്ദേശം എന്തെന്ന് ചോദിച്ച് നൂർ മുഹമ്മദ് അവൾ പറയുന്നത് വെള്ളം കലങ്ങിക്കിടക്കുന്നു എന്നാണ്. അപ്പോൾ വെള്ളം കലങ്ങിക്കിടക്കുന്നു എന്ന് പറയുന്ന അവളുടെ ആ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുകയാണ് നൂർ മുഹമ്മദ്. ഒരിക്കലും തെളിയുന്നില്ല, തനിക്ക് കുളിക്കാൻ സാധിക്കുന്നില്ല എന്നാണ്. വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല എന്നാണ് നൂർ മുഹമ്മദ് പറയുന്നത്. വെള്ളം തിളങ്ങി വരും, തെളിഞ്ഞു വരും, പ്രശ്നങ്ങളും ഇതേപോലെ തിളങ്ങി വരും, തെളിഞ്ഞു വരും, എല്ലാം റെഡിയാകുമെന്ന ഒരു പ്രതീക്ഷ, ശുഭാപ്തി വിശ്വാസം, അതാണ് ഈ കഥ വ്യക്തമാക്കുന്നത്. അത് സമർത്ഥിക്കാനായി അയാൾ ഒരു ബുദ്ധകഥ അവളോട് പറയുന്നുണ്ട്. ഒടുവിൽ അവൾക്ക് ബോധ്യമായി എല്ലാ ജലാശയങ്ങളിലെയും വെള്ളം തെളിയും. വെള്ളം ആരോ കലക്കിയതാണ്. ക്ഷമയോടെ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു നാം. പ്രകൃതിയിൽ അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചു പോകുന്ന ഈ തെറ്റിന് പരിഹാരം നാം തന്നെ പ്രകൃതിയാവുകയാണ് എന്ന് ഒടുവിൽ അവൾ തിരിച്ചറിയുന്നു. ഈ പെൺകുട്ടി എന്ന കഥാപാത്രം നോവലിസ്റ്റിൻ്റെ ആദർശ കഥാപാത്രമാണ്. അവൾ വിഷാദഭരിതമായ ലോകത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൻ്റെ വഴിയും ജീവനുമായി അവളെ നോവലിസ്റ്റ് കാണുന്നു. അങ്ങനെ പ്രകൃതി തന്നെയാണ് ഈ പെൺകുട്ടി. പ്രകൃതി എന്ത് കലങ്ങി മറിഞ്ഞാലും പ്രകൃതി തന്നെ അത് ശരിയായി മാറ്റും. കാത്തിരുന്നാൽ മതി. നമ്മുടെ ജീവിതം അങ്ങനെ തന്നെയാണ്. എത്ര പ്രശ്നങ്ങൾ വന്നാലും ക്ഷമയോടെ കാത്തിരിക്കുക, ശുഭാപ്തി വിശ്വാസത്തോടെ അത് കലങ്ങി തെളിഞ്ഞു വരും. അവൾ മറ്റാരും കാണാത്തത് ആദ്യം കണ്ടവളാണ്. മറ്റാരും ഉത്കണ്ഠപ്പെടാത്തതിനെക്കുറിച്ച് ആദ്യം ഉത്കണ്ഠിതയായവളാണ്. ആരും വേദനിക്കാത്തതിനെ ചൊല്ലി ആദ്യം വേദനിക്കുന്നവളാണ്. നമ്മുടെ വികലമായ പരിസ്ഥിതി ബോധത്തിൻ്റെ എതിർദിശയിലൂടെ സഞ്ചരിക്കുന്ന കഥാപാത്രമാണിവൾ. അതല്ലേ, ഈ പരിസ്ഥിതി, ഈ സമൂഹം ആരും മൈൻഡാക്കൂല, ആരും സ്നേഹിക്കില്ല, ആരെയും സഹായിക്കില്ല. പക്ഷേ ഈ ഒരു കാലഘട്ടത്ത് ആരും കാണാത്തതിനെ, ആരും വേദനിക്കാത്തതിനെ ചൊല്ലി വേദനിക്കുന്ന കഥാപാത്രമായി പെൺകുട്ടി മാറുന്നു. സ്നേഹത്തിൻ്റെ പ്രതീകമായി, സഹാനുഭൂതിയുടെ പ്രതീകമായി, സഹായത്തിൻ്റെ പ്രതീകമായി പെൺകുട്ടി മാറുകയാണ്. അതാണ് സമകാലിക പ്രസക്തി കഥയുടെ. എപ്പോഴും തെളിഞ്ഞ വെള്ളം സ്വപ്നം കാണുന്ന ഈ പെൺകുട്ടി സമകാലിക ജീവിതത്തിന് വെളിച്ചമേകാൻ നിയോഗിക്കപ്പെട്ടവളാണെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. അടുത്തൊരു ചോദ്യം ഇതാണ്. കഥ പറച്ചിൽക്കാരൻ നൂർ മുഹമ്മദ് പെൺകുട്ടിയോട് പറഞ്ഞ ബുദ്ധൻ്റെ കഥയെ മുൻനിർത്തി വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല എന്ന ശീർഷകത്തിൻ്റെ ഔചിത്യം കണ്ടെത്തുക. ഇപ്പോൾ വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല എന്ന ശീർഷകം എന്തുകൊണ്ടാണ് കൊടുത്തത്? ഔചിത്യം കണ്ടെത്താനാണ് ചോദ്യം. നോക്കാം. വെള്ളത്തിന് തെളിയാതിരിക്കാനാകില്ല എന്ന ശീർഷകം ബുദ്ധകഥയുടെ അടിസ്ഥാനത്തിലാണ് നോവലിസ്റ്റ് നൽകിയിരിക്കുന്നത്. കലങ്ങിയ വെള്ളം അതേ അവസ്ഥയിൽ വളരെ നേരം സ്ഥിതി ചെയ്യുകയല്ല. മനുഷ്യരുടെ മനസ്സും അങ്ങനെയാണ്. കലങ്ങിയാൽ ഒരു ദിവസം വെള്ളം തെളിഞ്ഞു വരും, അതേപോലെ മനുഷ്യൻ്റെ മനസ്സും തെളിഞ്ഞു വരുമെന്നാണ് പറയുന്നത്. ഇക്കാര്യം ശിഷ്യനെ മനസ്സിലാക്കി കൊടുക്കാനാണ് അയാളെ രണ്ടാമതും വെള്ളമെടുക്കാൻ പറഞ്ഞയച്ചത് ഗുരു. കുറേ നേരം വെറുതെ ഓളങ്ങളില്ലാതെ കിടക്കുമ്പോൾ വെള്ളം തനിയെ തെളിഞ്ഞു വരും. അതുപോലെ തന്നെ മനസ്സിൻ്റെ പ്രക്ഷുബ്ധതകളെ അകറ്റി ശാന്തമാക്കാൻ നാം കുറേ വിശ്രമിക്കുകയാണ് ആവശ്യം. അല്ലേ, നാം വിശ്രമിക്കുക, ശാന്തതയോടെ കാത്തിരിക്കുക. ജീവിതം തെളിഞ്ഞു വരും. അപ്പോൾ മനസ്സും തെളിയും. വെള്ളത്തിന് തെളിയാതിരിക്കാനാകില്ല എന്ന ശീർഷകം അർത്ഥസമ്പുഷ്ടവും അനുയോജ്യമാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ പ്രതീക്ഷയാണ് ഈ കഥ നമ്മോട് പങ്കുവയ്ക്കുന്നത്. എത്ര പ്രശ്നങ്ങളുണ്ടായാലും, എത്ര പ്രയാസങ്ങളുണ്ടായാലും ജീവിതത്തെ ക്ഷമയോടുകൂടി കാത്തിരിക്കുക എന്നൊരു വലിയ പാഠം നമുക്ക് നൽകിക്കൊണ്ട് ഈ പാഠം അവസാനിക്കുകയാണ്. ഈ പാഠഭാഗം നന്നായി വാക്കുക, നന്നായി മനസ്സിലാക്കുക. ഈ പാഠഭാഗത്തിൽ എന്താണ് പറയുന്നത്? ഈ പാഠഭാഗത്തിൻ്റെ ആശയം എന്താണ്? നഷ്ടപ്പെട്ടു പോയി എന്ന് തോന്നിയാൽ, തോറ്റുപോയി എന്ന് തോന്നിയാൽ, കൂടെ ആരുമില്ല എന്ന് തോന്നിയാൽ, ജീവിതം ഈ കലങ്ങി മറിഞ്ഞ വെള്ളം പോലെ അശുദ്ധമായെന്ന് തോന്നിയാൽ, ഈ ഗുരു പറഞ്ഞ പോലെ, ബുദ്ധൻ പറഞ്ഞ പോലെ, നൂർ മുഹമ്മദ് പറഞ്ഞ പോലെ കാത്തിരിക്കുക. MT വാസുദേവൻ നായർ എന്ന് പറഞ്ഞ എഴുത്തുകാരൻ മഞ്ഞ് എന്ന് പറയുന്ന നോവലിൽ പറയുന്നുണ്ട്, കാത്തിരിക്കുക. കാത്തിരിപ്പിനേക്കാൾ വലിയ പ്രാർത്ഥനയില്ല. അതുകൊണ്ട് തന്നെ എത്ര വിഷമങ്ങൾ വന്നാലും എൻ്റെ മക്കൾ കാത്തിരിക്കുക. ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ജീവിതത്തെ കാണുക.
അല്ലേ? അത്രയേ ഉള്ളൂ. ജീവിതത്തെ ഹാപ്പി ആയിട്ട് കാണുക. അപ്പോൾ അടിപൊളിയായിട്ട് എക്സാമിന് ഒരുങ്ങുക, അടിപൊളി എക്സാം എഴുതുക. എല്ലാ മുത്തുമണികൾക്കും ഓൾ ദ ബെസ്റ്റ്. ഇറ്റ്സ് മീ ജോബിൻ ഫ്രം എക്സാമിനർ. ബൈ.